Okay, good morning, good morning. One second, one second. Okay. എല്ലാവർക്കും ഓഡിബിൾ ആണോ? വോയിസ് ഓഡിബിൾ ആണോ? ആദ്യം സ്ക്രീൻ ഓക്കെ ആണോ? സ്ക്രീനിൽ കാണുന്നുണ്ടോ? പെർഫെക്റ്റ് അല്ല എല്ലാം? ഓക്കെ, ഫൈൻ. ഓക്കെ, സോ ലെറ്റ്സ് സ്റ്റാർട്ട്. നമുക്ക് തുടങ്ങാം. എല്ലാവരും ഓക്കെ ആണോ? ഓക്കെ ഓക്കെ. നമ്മൾ ഇന്ന് ജസ്റ്റ് ഒരു ചെറിയ സെഷനാണ് ഉദ്ദേശിക്കുന്നത്. കുറേ സമയമൊന്നും ഉണ്ടാവില്ല. ചെറിയൊരു സെഷൻ, ഒരൊറ്റ പോർഷൻ നിങ്ങൾക്ക് പഠിക്കാനുള്ള ഹയർ പർച്ചേസ് എന്ന് പറയുന്ന ചെറിയ പോർഷനാണ് നമ്മൾ ഉദ്ദേശിക്കുന്നുള്ളൂ. അതും നമ്മൾ ഒരുപാട് ക്വസ്റ്റ്യൻ ഒന്നും ചെയ്യുന്നില്ല. ജസ്റ്റ് ഒരു ക്വസ്റ്റ്യനും നിങ്ങൾക്കൊന്ന് കൺസെപ്റ്റ്സ് ഒക്കെ ഒന്ന് ബ്രഷപ്പ് ചെയ്യാനും മാത്രമുള്ളൊരു സെഷനാണ്. അപ്പോൾ നിങ്ങൾ എൻ്റെ കൂടെ അങ്ങനെ ഇരുന്നാൽ മതി. വേറെ നിങ്ങളൊരു ബുക്കോ പെന്നോ പേപ്പറോ ഒന്നും എടുക്കണ്ട. ജസ്റ്റ് കേട്ടിരുന്നാൽ മാത്രം മതി. ഓക്കെ, സ്റ്റാർട്ട് ചെയ്യല്ലേ? ഓക്കെ, നമുക്ക് ഹയർ പർച്ചേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? ഹയർ പർച്ചേസ് എന്ന് പറഞ്ഞാൽ എന്താടാ? What do you mean by higher purchase? ഇവിടെ എഴുതുന്നത് വിസിബിളല്ലേ? ഈ സ്ക്രീൻ വിസിബിൾ അല്ലടാ? ഒറ്റ സെക്കൻഡ്, ഞാൻ ഒന്ന് റെഡിയാക്കി കേട്ടോ. ഒറ്റ സെക്കൻഡ്. ഓക്കെടാ, ഓക്കെ ഓക്കെ. ഓക്കെ, എന്താടാ ഹയർ പർച്ചേസ് പറഞ്ഞാൽ? നിങ്ങൾ റിവിഷനിൽ ഇരിക്കുന്ന ആൾക്കാരല്ലേ? കേട്ടിട്ടുണ്ടാവില്ല, പരിചയമില്ലേ? ആ പർച്ചേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു സാധനം നമുക്ക് വാങ്ങണമെന്നുണ്ടെങ്കിൽ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട് അല്ലേ? നമുക്കിപ്പോൾ ഒരു ഐഫോൺ വാങ്ങണമെന്ന് വിചാരിച്ചോ. ഓക്കെ, നമ്മൾ എന്ത് ചെയ്യണം? ഒരു ഐഫോൺ പർച്ചേസ് ചെയ്യാൻ പോകണം. അപ്പോൾ നമ്മളൊരു ഐഫോൺ പർച്ചേസ് ചെയ്യുന്ന സമയത്ത് ഇപ്പോൾ ഒരു 16 Pro Max നമ്മൾ പർച്ചേസ് ചെയ്യാൻ പോവുകയാണെന്ന് ഉദ്ദേശിച്ചു കഴിഞ്ഞാൽ നമ്മുടെ കയ്യിൽ ആ ഐഫോൺ പർച്ചേസ് ചെയ്യാൻ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട് അല്ലേ? നമുക്ക് എന്ത് ചെയ്യാം? നേരെ പോയിട്ട് എന്ത് ചെയ്യാം? ഫുൾ പേയ്മെന്റ് കൊടുത്തിട്ട് എന്ത് ചെയ്യാം? എമൗണ്ട് ഫോൺ പർച്ചേസ് ചെയ്യാം അല്ലേ? ഫുൾ എമൗണ്ടിനും നമുക്ക് എന്ത് ചെയ്യാം? ഫോൺ പർച്ചേസ് ചെയ്യാം. അല്ലെങ്കിലോ നമുക്ക് എന്ത് ചെയ്യാം? EMI സ്കീമിൽ നമുക്ക് എന്ത് ചെയ്യാം? ഫോൺ വാങ്ങാം അല്ലേ? രണ്ട് ഓപ്ഷൻ ഇല്ലേ? EMI സ്കീമിൽ വേണമെങ്കിൽ നമുക്ക് വാങ്ങാം, അല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? ഫുൾ എമൗണ്ട് കൊടുത്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം? ഫോൺ പർച്ചേസ് ചെയ്യാം. ഹലോ, ഓക്കെ അല്ലേടാ? ഞാൻ പറയുന്നത് കേൾക്കുന്നില്ലേ? ആ, ഓക്കെ 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 ഓക്കെ. അപ്പൊ രണ്ട് ഓപ്ഷനാണ് നമ്മുടെ കയ്യിലുള്ളത് അല്ലെ? ഒരു ഐഫോൺ പർച്ചേസ് ചെയ്യാൻ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സാധനം പർച്ചേസ് ചെയ്യാൻ നോർമലി നമുക്ക് ബിസിനസ്സിൽ യൂസ് ചെയ്യുന്ന രണ്ട് ഓപ്ഷൻസ് ആണ്. ഒന്നെങ്കിൽ എന്ത് ചെയ്യുക? ഫുൾ എമൗണ്ട് കൊടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്യുക? ആ സാധനം വാങ്ങാം. അല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? EMI സ്കീമിൽ വാങ്ങാം. അതായത് ഒരു മന്തിൽ നമ്മൾ ഒരു എമൗണ്ട് എടുക്കുന്നു, അടുത്ത മന്തിൽ അടുത്ത എമൗണ്ട് എടുക്കുന്നു. അങ്ങനെ നമുക്ക് എന്ത് ചെയ്യാം? മന്ത് വൈസ് നമ്മളെ പേയ്മെന്റ് അടിച്ചിട്ട് എന്ത് ചെയ്യാം? നമുക്ക് ആ സാധനം വാങ്ങാം. ഒരു സാധനം വാങ്ങുക എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താടാ? ഒരു സാധനം വാങ്ങുക എന്ന് പറഞ്ഞാൽ എന്താ? അതിന്റെ ടൈറ്റിൽ നമ്മുടെ പേരിലേക്ക് ആക്കി മാറ്റുക അല്ലെ? ടൈറ്റിൽ നമ്മുടെ പേരിലേക്ക് ആയി മാറുമ്പോഴാണ് ആ സാധനം നമ്മൾ വാങ്ങി എന്ന് പറയാൻ പറ്റുള്ളൂ. റൈറ്റ്? നമ്മളൊരു സാധനം പൊസഷൻ ഉണ്ട് എന്ന് വിചാരിച്ചിട്ട് നമ്മൾ ആ സാധനം വാങ്ങി എന്ന് പറയാൻ പറ്റും. പൊസഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? വോയിസ് ഒന്ന് ഓഫ് ആക്കടാ. എല്ലാവരും ഒന്ന് വോയിസ് ഓഫ് ആക്കട്ടാ. ഓക്കെ, നമ്മളൊരു സാധനം പൊസഷൻ ഉണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അതിന് വാങ്ങി എന്ന് പറയാൻ പറ്റുമോ? ഇല്ല. പൊസഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അത് കയ്യിൽ വെച്ചിരിക്കുന്നു എന്നേ അർത്ഥമുള്ളൂ അല്ലെ? നമ്മൾ ആ സാധനം വാങ്ങി അതിന്റെ ഓണറാണ്, അതിന്റെ ട്രൂ ഓണർ ആണ് എന്ന് പറയണമെന്നുണ്ടെങ്കിൽ ആ സാധനത്തിന്റെ ടൈറ്റിൽ നമ്മുടെ പേരിലാണ്. ടൈറ്റിൽ നമ്മുടെ പേരിലാവുക എന്ന് പറഞ്ഞാൽ എന്താ? ആ സാധനവുമായി ബന്ധപ്പെട്ട എല്ലാ റിസ്ക്കും റിവാർഡും നമ്മുടെ കയ്യിലാവണം അല്ലെ? ഇപ്പൊ നമ്മളൊരു ഫോൺ വാങ്ങി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഫോണുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ റിസ്കുകൾ ഉണ്ടോ അതും നമ്മുടെ പേരിൽ മാറി മാറണം. ആ ഫോണുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ റിവാർഡ് ഉണ്ടോ അതും നമ്മുടെ പേരിലായി കഴിഞ്ഞാൽ ആ ഫോണിന്റെ ട്രൂ ഓണർ അല്ലെങ്കിൽ ആ ഫോണിന്റെ ടൈറ്റിൽ ഓൺ ചെയ്യുന്നത് ആരായി മാറി?
നമ്മളായി മാറി അല്ലെ. നേരെ മറിച്ച് നമ്മുടെ സുഹൃത്തിന്റെ ഒരു ഫോൺ നമ്മുടെ കയ്യിൽ വെച്ചു തന്നു. ഓക്കെ, നീ വെച്ചോ എന്ന് പറഞ്ഞിട്ട് തന്നു. അതിന്റെ ഓണറാണ് നമുക്ക് പറയാൻ പറ്റുമോ? പക്ഷേ ആ ഫോൺ നമ്മളായിരിക്കും എന്ത് ചെയ്യുക, കയ്യിൽ വെച്ചിട്ടുണ്ടാവുക. അപ്പൊ അതിന്റെ പൊസഷൻ ആരുടെ കയ്യിലാണ്? നമ്മളെ കയ്യിലാണ്. പക്ഷെ ഓണർ നമ്മളാണോ? അല്ല. ഈ പറഞ്ഞ മൊത്തം സെനാരിയോ ഒന്ന് മനസ്സിലാലോചിച്ചിട്ട് വേണം നമ്മൾ ഹയർ പർച്ചേസിലേക്ക് ഇറങ്ങാൻ. ഓക്കെ, ഹയർ പർച്ചേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതേ സ്കീം തന്നെ. ഓക്കെ, ബിസിനസ്സിൽ ഇതിനൊരു പ്രത്യേക രീതിയിൽ സ്ട്രക്ചർ ചെയ്ത ഒരു പരിപാടിയാണ് എന്ത്, ഹയർ പർച്ചേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ ഓക്കെ അല്ലേ? ആദ്യത്തെ ഈ ബേസ് ഓക്കെ അല്ലേ? ബേസ് ഓക്കെ അല്ലടാ? ഇതൊക്കെ നിങ്ങൾ കേട്ടതായിരിക്കും, നിങ്ങൾക്ക് അറിയുന്നതായിരിക്കും. നിങ്ങൾ ഓൾറെഡി ക്ലാസ് കേട്ടാണെങ്കിൽ ഇപ്പൊ ഇത് നിങ്ങൾക്ക് അറിയാവുന്ന കേസേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ ഹയർ പർച്ചേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞു, നമുക്കൊരു സാധനം വാങ്ങണമെങ്കിൽ രണ്ട് ഓപ്ഷൻ ഉണ്ട്. ഒന്നെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഫുൾ എമൗണ്ട് കൊടുത്തിട്ട് വാങ്ങാം, അല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, EMI സ്കീമിൽ വാങ്ങാം. ഓക്കെ, അതുപോലെയുള്ള EMI സ്കീമിന്റെ മറ്റൊരു ഓപ്ഷനാണ് എന്ത്, ഹയർ പർച്ചേസ്. വേറെ ഒരു പേരിട്ട് വിളിക്കുന്നു, ഹയർ പർച്ചേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതേ EMI സ്കീമിന്റെ മറ്റൊരു പേരിട്ട് വിളിക്കുന്ന പരിപാടി. ഓക്കെ, അപ്പൊ ഹയർ പർച്ചേസിന്റെ അകത്ത് ഒരുപാട് ടേംസ് നമുക്ക് പഠിക്കാണ്ട്. ഓക്കെ, നമ്മൾ ഈ ഹയർ പർച്ചേസ് എന്ന് നേരെ പറയുമ്പോൾ 2-3-4 ടേംസ് വെച്ചിട്ടാണ് ഫുൾ ഹയർ പർച്ചേസ് ചാപ്റ്റർ നിലനിൽക്കുന്നത് തന്നെ. ഓക്കെ, അപ്പോൾ ഏത് ക്വസ്റ്റ്യൻ ചെയ്യണമെങ്കിലും ഹയർ പർച്ചേസിലുള്ള ടേംസ് നിങ്ങൾക്ക് അറിയണം. ആ ടേംസ് കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത് എന്ന് മനസ്സിലാവണം. ഓക്കെ, അപ്പോൾ നമ്മൾ കുറച്ച് അതിൽപ്പെട്ട കാര്യങ്ങൾ പഠിക്കാം. ആദ്യം ഹയർ പർച്ചേസ് എന്ന് പറഞ്ഞാൽ, ഹയർ പർച്ചേസ് പ്രൈസ് എന്ന് പറഞ്ഞാൽ എന്താണ് ആദ്യം അറിയാം. ഓക്കെ, ഹയർ പർച്ചേസ് പ്രൈസ് ഇങ്ങനെ എഴുതിയത് ഓക്കെ അല്ലേ? ഇങ്ങനെ എഴുതുന്നത് ഓക്കെ അല്ലേ? നിങ്ങൾ എഴുതുന്നത് ശ്രദ്ധിക്കണ്ട, ഞാൻ പറയുന്നത് ആദ്യം ശരിക്കും ശ്രദ്ധിച്ചാൽ മതി. എഴുതുന്നതിലും പോയിന്റ് വൈസ് ആയിട്ടൊന്നും എഴുതുന്നൊന്നുമില്ല, ജസ്റ്റ് അത് നിങ്ങൾക്ക് പറയുന്ന ഒന്ന് മനസ്സിലാവാൻ വേണ്ടി എഴുതുന്നു. ഓക്കെ, ഹയർ പർച്ചേസ് പ്രൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടോട്ടൽ സമ്മ് കൊടുക്കാണ്ടാവുമല്ലോ, ടോട്ടൽ എമൗണ്ട് പേബിൾ ബൈ ദ ഹയറർ under a hire purchase agreement by way of deposit or initial payment and subsequent periodical installments. അങ്ങനെ പറഞ്ഞാൽ എന്താടാ, കൺഫ്യൂഷൻ ആയോ? ഓക്കെ, ഹയർ പർച്ചേസിൽ രണ്ട് ആൾക്കാരുണ്ടാവും. ഒരാൾ ഹയർ പർച്ചേസർ ഉണ്ടാവും അല്ലെ, ഹയർ പർച്ചേസ് ചെയ്യുന്ന ഒരാളും ഉണ്ടാവും അല്ലെ. ഹയർ പർച്ചേസ് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഗുഡ്സ് അല്ലെങ്കിൽ ഒരു മെഷീനറി അല്ലെങ്കിൽ ഒരു എന്ത് വസ്തു ആയിക്കോട്ടെ. ഓക്കെ, ഗുഡ്സ് വേണമെങ്കിൽ ഹയർ പർച്ചേസ് കൊടുക്കാം, മെഷീനറി വേണമെങ്കിൽ ഹയർ പർച്ചേസ് കൊടുക്കാം. ഒരു വസ്തു മറ്റൊരു വസ്തുവിന് മറ്റൊരു ആൾക്ക് നമ്മൾ എന്ത് ചെയ്യാൻ പോണേ, ഇൻസ്റ്റാൾമെന്റ് സ്കീം പോലെ കൊടുക്കുന്ന പരിപാടിയാണ് ഹയർ പർച്ചേസ്. ഓക്കെ, അപ്പൊ ഹയർ പർച്ചേസിൽ അത് വാങ്ങാൻ ഒരാളുണ്ടാകും, അത് കൊടുക്കാൻ ഒരാളുണ്ടാകും. റൈറ്റ്, ഒരു വസ്തു കൊടുക്കണമെങ്കിൽ ഒരാളുണ്ടാകും, സാധനം വാങ്ങാനും ഒരാളുണ്ടാവും അപ്പുറത്തെ സൈഡിൽ. ഇത് കൊടുക്കുന്ന എമൗണ്ട് ഉണ്ടല്ലോ, പേയ്മെന്റ് എമൗണ്ട് ഉണ്ടല്ലോ, പർച്ചേസ് പ്രൈസ്, ഇത് നമ്മൾ വിളിക്കുന്ന ഹയർ പർച്ചേസിലാവുമ്പോൾ പേരിന്റെ മുന്നേ എന്ത് ചെയ്തു, ഹയർ പർച്ചേസ് എന്ന് കൊടുത്തു. ഹയർ പർച്ചേസ് പ്രൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടോട്ടൽ സം പേബിൾ ബൈ ദ ഹയറർ അണ്ടർ ദ ഹയർ പർച്ചേസ് സ്കീം. ഹയറർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരാണോ ഈ വസ്തു, ഈ മെഷീനറി ഹയർ പർച്ചേസിൽ വാങ്ങുന്നത്, അയാളെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഹയർ പർച്ചേസർ അല്ലെങ്കിൽ ഹയറർ. ഓക്കെ, ഷോർട്ട് ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഹയറർ. അപ്പൊ ഹയറർ എന്ത് ചെയ്യാണ്, ഒരു മെഷീനറി വാങ്ങുകയാണ്. ഓക്കെ, ആ വാങ്ങുന്ന സമയത്ത് അയാൾ കൊടുക്കുന്ന ഫുൾ എമൗണ്ട്, ഓക്കെ, ബൈ എഗ്രിമെന്റ്, അതായത് ഹയർ പർച്ചേസിൽ നിന്നുണ്ടാവും ഒരു എഗ്രിമെന്റ് ഉണ്ടാവും. ഹയർ പർച്ചേസ് ചെയ്യുന്ന ആള് ഹയർ പർച്ചേസിൽ തരുന്ന ആളുമായിട്ട് ഒരു എഗ്രിമെന്റ് ഏർപ്പെട്ടിട്ടുണ്ടാവും. എന്തിന്, എത്ര എമൗണ്ടിന് തരും. ഓക്കെ, ഞാൻ പറഞ്ഞു ഇത് EMI സ്കീം പോലെയാണ്. അപ്പൊ EMI സ്കീം എന്ന് പറയുമ്പോൾ നമ്മൾ EMI സ്കീമിലെ ഏറ്റവും വലിയ പോർഷൻ എന്താ, ആക്ച്വലി ഇൻട്രസ്റ്റ് ആണ് അല്ലെ. ഒരു വസ്തു നമ്മൾ EMI കൊടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ ശരിക്കും പറയുന്നത്, എന്താ ശരിക്കും EMI കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താ, ഇന്ന് നമ്മൾ ഒരാൾക്ക് 1 ലക്ഷം രൂപ കൊടുക്കാനുണ്ടെന്ന് വിചാരിച്ചോ, 1 lakh rupees ഇന്നത്തെ ദിവസം കൊടുക്കാനുണ്ട്. അയാളോട് ഞാൻ പറയാണ്, അടുത്ത 3-4 മാസത്തിനുള്ളിൽ ഞാൻ ഈ 1 ലക്ഷം രൂപ തന്നു തീർക്കാം. അപ്പൊ അയാൾ പറയും ഓക്കെ, 3-4 മാസം കഴിഞ്ഞിട്ട് തന്നാൽ മതി. പക്ഷെ ഓരോ മാസവും 30,000 rupees വെച്ചിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം, എനിക്ക് തരണം. ഓക്കെ ഫൈൻ, ഓരോ മാസം 30,000 വെച്ച് തരുമ്പോൾ 3+ മന്ത് ഉണ്ടാവും അല്ലെ. 3 മാസത്തിൽ 90,000, പിന്നെ ഒരു 10,000 രൂപ ചെറിയ പോർഷനും. അപ്പൊ അയാളോട് ഞാൻ പറഞ്ഞു ഓക്കെ ശരി, അങ്ങനെയാണെങ്കിൽ ഞാൻ 3 മാസത്തിൽ തന്നു തീർക്കാം. അങ്ങനെ ആകുമ്പോൾ അയാൾ പറയും 3 മാസം × 3 അടിച്ചു കഴിഞ്ഞാൽ എത്രയായി, 30,000 × 3 എത്രയായി, 90,000 rupees ആയി അല്ലെ. 90,000 rupees ആയി. ബാക്കി 10,000 ഉണ്ടല്ലോ. അപ്പൊ ഞാൻ അയാളോട് പറഞ്ഞു ഇന്നത്തെ ദിവസം തന്നെ ഞാൻ 10,000 തരാം, നിങ്ങൾക്ക് എന്ത് ചെയ്യാം,
ഇന്ന് തന്നെ 10,000 രൂപ തരാം. നമ്മളൊരു എക്സാമ്പിളിലാണ് പോയത്. ഹയർ പർച്ചേസും ഹയറും ഒക്കെ അവിടെ നിൽക്കട്ടെ, മൈൻഡിൽ അത് വെച്ചോ. നമ്മൾ ചെറിയ എക്സാമ്പിളിലേക്ക് വന്നതാണ്. ഓക്കെ, ഞാൻ അയാളോട് പറഞ്ഞത് ഇന്നത്തെ ദിവസം ഞാൻ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, 10,000 രൂപ തരാം. ഓക്കെ ശരി, അപ്പൊ 10,000 രൂപ നമ്മൾ എന്ത് ചെയ്തു, ഇന്ന് കൊടുത്തു. ടോട്ടൽ ഞാൻ അയാൾക്ക് കൊടുക്കാത്രേ 1,00,000 റുപ്പീസ് കൊടുക്കാണ്ട് അതിൽ ഞാൻ എന്ത് ചെയ്തു, 10,000 രൂപ ഇന്ന് കൊടുത്തു. ബാക്കി എത്ര ഉണ്ട്, 90,000 രൂപ ഉണ്ട് അല്ലെ. ഈ 90,000 രൂപ ഞാൻ എന്ത് ചെയ്യാൻ പോവാ, ഇനി വരുന്ന 3 മാസങ്ങളിൽ 30,000 വെച്ചിട്ട് കൊടുക്കാമെന്ന് ഞാൻ അഗ്രി ചെയ്തു. ഓക്കെ, ആളൊക്കെയാണ്, ഫൈൻ ആണ്, നമ്മൾ ഓക്കെയാണ്, നമുക്ക് അതാണ് കംഫർട്ടബിൾ. കാരണം നമുക്ക് എന്ത് ചെയ്യും, അപ്പോഴാണ് പൈസ നമ്മുടെ കയ്യിൽ വരിക, അപ്പോഴേ നമുക്ക് കൊടുക്കാൻ പറ്റുള്ളൂ. പക്ഷേ ആള് പറഞ്ഞു, നിങ്ങൾ ഇന്നാണ് എനിക്ക് 1,00,000 രൂപ തരാനുള്ളത് അല്ലെ. ഇത് നിങ്ങൾ എന്ത് ചെയ്യണം, ഇനി 3 മാസം വെച്ചിട്ടാണ് തരാൻ പോകുന്നത്. അടുത്ത മാസം ഒരു 30,000 തരും, അതിന്റെ പിറ്റത്തെ മാസം ഒരു 30,000 തരും, അതിന്റെ ശേഷമുള്ള ഒരു മാസം 30,000 തരും. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്, സമയം എടുക്കുന്നുണ്ട് ഈ പൈസ തരാൻ അല്ലെ. ഈ ടൈം എടുക്കുന്നത് നിങ്ങൾക്കൊരു ലാഭമാണ് അല്ലെ. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു ലാഭമല്ലേ, നമ്മൾ ഒരാൾക്ക് പൈസ ഇന്ന് കൊടുക്കുന്നതിനേക്കാളും സുഖമാണ് നാളെ കൊടുക്കുമ്പോൾ അല്ലെ. ആ ഒരു സമയം, ടൈം ഗ്യാപ്പ് എടുക്കുന്നില്ലേ, ഈ ടൈമിന് ഒരു വിലയല്ലേ അല്ലെ, പൈസക്ക് ഒരു വിലയല്ലേ, ടൈം വാല്യൂ ഓഫ് മണി എന്ന് പറയും അല്ലെ. സമയത്തിന് ഒരു വിലയല്ലേ ഉണ്ട്. അപ്പൊ നിങ്ങൾ ഈ സമയം എടുക്കുന്നതിന് എന്നെ കോമ്പൻസേറ്റ് ചെയ്യണം. അത് പറയണത്, നിങ്ങൾ ഈ സമയം എടുക്കുന്നുണ്ടല്ലോ, എടുത്തോളൂ, കുഴപ്പമില്ല, പക്ഷെ അതിനും കൂടിയുള്ള കോമ്പൻസേഷൻ കിട്ടണം. ആ കോമ്പൻസേഷന്റെ പേരാണെന്ത്, ആക്ച്വലി ഇൻട്രസ്റ്റ് അല്ലെ. നിങ്ങൾ സമയം എടുക്കുമ്പോൾ നിങ്ങൾ ഒരു പൈസ ഇന്ന് കൊടുക്കാനുള്ള പൈസ നാളെ കൊടുക്കുന്നതിന് കുറച്ച് സമയം എടുത്തല്ലോ, അല്ലെങ്കിൽ ഒരു മന്ത് കഴിഞ്ഞിട്ട് കൊടുക്കുന്നതിന് കുറച്ച് സമയം എടുത്തല്ലോ, ആ സമയത്തിനുള്ള ആ പോർഷന്റെ കോമ്പൻസേഷൻ ആണ് ശരിക്കും എന്ത്, ഇൻട്രസ്റ്റ് എമൗണ്ട്. ഓക്കെ, അപ്പൊ ഹയർ പർച്ചേസ് എന്ന് പറഞ്ഞാലും ഇതേ സ്കീം തന്നെ. നമ്മൾ ഒരാളുടെ കയ്യിൽ നിന്ന് എന്ത് ചെയ്യുന്നു, ഒരു ഗുഡ്സ് പർച്ചേസ് ചെയ്യുന്നു, അല്ലെങ്കിൽ നമ്മൾ ഒരാളുടെ കയ്യിൽ നിന്ന് ഒരു മെഷീനറി പർച്ചേസ് ചെയ്യുന്നു. പർച്ചേസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ പറയുകയാണ് എന്ത്, ഞാൻ ഇന്ന് തന്നെ നിങ്ങളുടെ കയ്യിൽ നിന്ന് ഫുൾ എമൗണ്ട് വാങ്ങി തരുന്നില്ല, നേരെ മറിച്ച് ഞാൻ എന്ത് ചെയ്യാണ്, കുറച്ച് സമയം എടുത്തിട്ട് മേ ബി ഒരു 6 months അല്ലെങ്കിൽ ഒരു 1 year അല്ലെങ്കിൽ ഒരു 2 yearനുള്ളിൽ ഞാൻ എന്ത് ചെയ്യാം, ഈ സാധനം പർച്ചേസ് ചെയ്യാം. ആ പർച്ചേസ് ചെയ്യുന്ന സമയത്തിനുള്ളിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, മന്ത്ലി ഇൻസ്റ്റാൾമെന്റ്സ് ആയിട്ട് എമൗണ്ട് തരാം. നമ്മളിപ്പോൾ ഇവിടെ കൊടുത്ത ഈ 30,000 എന്താണ്, ഇൻസ്റ്റാൾമെന്റ് ആണ് അല്ലെ. EMI നമ്മൾ എന്ത് ചെയ്യും, ഇൻസ്റ്റാൾമെന്റ് എടുക്കൂലേ, ഒരു സാധനം EMI എടുത്തു കഴിഞ്ഞാൽ ഇൻസ്റ്റാൾമെന്റ് കൊടുക്കൂലേ, അതുപോലെ ഇൻസ്റ്റാൾമെന്റ് ആയിട്ട് ഞാൻ പൈസ തരാം. ആ ഇൻസ്റ്റാൾമെന്റിനകത്ത് നിങ്ങൾക്ക് വേണ്ട ഇൻട്രസ്റ്റ് പോർഷൻ ഉണ്ടാവും. ഇൻസ്റ്റാൾമെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, ഇൻസ്റ്റാൾമെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ മന്തിലും അടക്കുന്ന ഇൻസ്റ്റാൾമെന്റിൽ എന്തുണ്ടാവും, ഇൻട്രസ്റ്റ് പോർഷനും ഉണ്ടാകും, പ്രിൻസിപ്പൽ എമൗണ്ട് ഉണ്ടാവും. പ്രിൻസിപ്പൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, ഈ വലിയ എമൗണ്ട്, ഈ 1,00,000 എത്ര പോർഷൻ ആണോ ഞാൻ ഒരു മാസം കൊടുക്കുന്നത്, അതാണ് പ്രിൻസിപ്പൽ പോർഷൻ അല്ലെ. ഓക്കെ, അപ്പൊ ഒരു ഇൻസ്റ്റാൾമെന്റിൽ എന്തൊക്കെ ഉണ്ടാവും, ഇൻട്രസ്റ്റും ഉണ്ടാവും, പ്രിൻസിപ്പളും ഉണ്ടാവും. ഇതേ സ്കീം ഈ പറഞ്ഞ എക്സാമ്പിളിലുള്ള എല്ലാ ആൾക്കാരെയും നമ്മൾ എന്ത് ചെയ്യാം, ഹയർ പർച്ചേസിന്റെ ടേംസിൽ ആലോചിക്കാം. അതേ വേർഡ്സ്, എല്ലാം അതേ വേർഡ്സ്, ജസ്റ്റ് ഹയർ പർച്ചേസ് ആയി മാറുന്നു എന്ന് മാത്രം. ഓക്കെ, അപ്പൊ ഹയർ പർച്ചേസിൽ വന്നപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു, ഹയർ പർച്ചേസർ എന്ത് ചെയ്യണം, നമ്മൾ എന്തിനെ കുറിച്ചാണ് പഠിച്ചുകൊണ്ടിരുന്നത്, ഹയർ പർച്ചേസ് പ്രൈസിനെ കുറിച്ചാണ്. ഹയർ പർച്ചേസ് പ്രൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹയർ ആയ ആള്, ഓക്കെ, ഹയർ പർച്ചേസ് ചെയ്യുന്ന വ്യക്തി എത്ര എമൗണ്ട് കൊടുക്കണോ, ടോട്ടൽ സം പേബിൾ ബൈ ഹയറർ അണ്ടർ ഹയർ പർച്ചേസ് എഗ്രിമെന്റ്. ഓക്കെ, ഹയർ പർച്ചേസ് എഗ്രിമെന്റിൽ എത്ര എമൗണ്ട് കൊടുക്കണോ, ബൈ വേ ഓഫ് ഡെപ്പോസിറ്റ് ഓർ ഇനീഷ്യൽ പേയ്മെന്റ് ആൻഡ് സബ്സിക്വന്റ് പീരിയോഡിക്കൽ പേയ്മെന്റ്സ്. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ നേരത്തെ ഞാൻ പറഞ്ഞു 1,00,000 റുപ്പീസ് നമ്മൾ ഒരാൾക്ക് കൊടുക്കാനുള്ളപ്പോൾ അയാളോട് ഞാൻ എന്ത് പറഞ്ഞു, ആദ്യ മന്ത് തന്നെ ഞാൻ 10,000 തരാം എന്ന് പറഞ്ഞില്ലേ, ഫസ്റ്റ് തന്നെ ഞാൻ ഒരു 10,000 തരാം എന്ന് പറഞ്ഞില്ലേ. ഇതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് എന്ത്, ഡൗൺ പേയ്മെന്റ് അല്ലെ. ഇതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഡൗൺ പേയ്മെന്റ് അല്ലെങ്കിൽ ഇനീഷ്യൽ പേയ്മെന്റ്. ഓക്കെ, ആ നമ്മൾ കൊടുക്കുന്ന എമൗണ്ടിന് നമ്മൾ എന്ത് പറയുന്നത്, ഡൗൺ പേയ്മെന്റ് അല്ലെങ്കിൽ ഇനീഷ്യൽ പേയ്മെന്റ്. അതായത് ഇൻട്രസ്റ്റ് കോമ്പണന്റ് ഉൾപ്പെടാത്ത എമൗണ്ടിന് നമ്മൾ വിളിക്കുന്ന പേരെന്താ, ഡൗൺ പേയ്മെന്റ്. ഓക്കെ, അത് കഴിഞ്ഞിട്ട് ഞാൻ സബ്സിക്വന്റ് മന്ത്സിൽ കൊടുക്കുന്ന ഇൻസ്റ്റാൾമെന്റുകൾ ഉണ്ടാവുമല്ലോ. ഞാൻ പറഞ്ഞില്ലേ, ഓരോ മന്തിലും ഞാൻ എന്ത് ചെയ്യാം, 30,000 വെച്ച് നിങ്ങൾക്ക് ഇൻസ്റ്റാൾമെന്റ് തരാന്ന് പറഞ്ഞല്ലോ. ആ 30,000 കൂടെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, പ്ലസ് ഇൻട്രസ്റ്റും കൂടി ചേർത്തിട്ടാണ് അയാൾക്ക് എന്ത് ചെയ്യുന്നത്, ഒരു മാസത്തെ ഇൻസ്റ്റാൾമെന്റ് കൊടുക്കുന്നത് അല്ലെ. 30,000 എന്തിന്റെ പോർഷനാ, പ്രിൻസിപ്പൽ എമൗണ്ടിന്റെ പോർഷനാണ്. 1,00,000 രൂപ 3 മാസമായി കൊടുക്കുമ്പോൾ അതിൽ 30,000 ഇത് വെച്ച് കഴിഞ്ഞാൽ ഓരോ മാസം കൊടുക്കുന്നു. ആ 30,000 എന്താണ്, പ്രിൻസിപ്പൽ എമൗണ്ടിന്റെ പോർഷനാണ്, അതായത് ഈ 1,00,000 റുപ്പീസിന്റെ പോർഷനാണ്. അതിന്റെ കൂട്ടത്തിലേക്ക് ഞാൻ എന്ത് ചെയ്യുന്നു, ഈ ടൈം എടുക്കുന്നുണ്ട്, ഒരു മാസം എടുക്കുന്നുണ്ട്. വോയിസ് ഓഫ് ആക്കടാ. ഓക്കെ,
മ്യൂട്ട് ചെയ്യും. ഓക്കെ, ഈ സോറി, ഈ പ്രിൻസിപ്പൽ എമൗണ്ടിന്റെ കൂടെ നമ്മൾ എന്ത് ചെയ്യുക, ഇൻട്രസ്റ്റ് എമൗണ്ട് കൂടി ചേർത്താണ് നമ്മൾ എന്ത് ചെയ്യുക, ഇൻസ്റ്റാൾമെന്റ് എമൗണ്ട് കൊടുക്കുക, അല്ലെ, ഇൻസ്റ്റാൾമെന്റ് എമൗണ്ട് കൊടുക്കുക. അപ്പൊ ഹയർ പർച്ചേസ് പ്രൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ടോട്ടൽ പേയ്മെന്റ് ഉണ്ടല്ലോ, അതായത് ഡൗൺ പേയ്മെന്റ് പ്ലസ് ഇൻസ്റ്റാൾമെന്റ്, അതായത് മൊത്തം ഒരു ഹയർ പർച്ചേസിൽ ഏർപ്പെടണമെങ്കിൽ നമ്മൾ കൊടുക്കേണ്ട മൊത്തം എമൗണ്ടിന് നമ്മൾ വിളിക്കുന്ന പേരാണ് എന്ത്, ഹയർ പർച്ചേസ് പ്രൈസ്. ഓക്കെ, കറക്റ്റ്? ഓക്കെ അല്ലടാ, ഇതുവരെ പറഞ്ഞതൊക്കെ മനസ്സിലായോ? ചെറിയ ചെറിയ എക്സാമ്പിൾ ഒക്കെ മനസ്സിലായോ? ഓക്കെ, സോ നമ്മളിപ്പോ പഠിച്ച സാധനം ഒരു ഇക്വേഷൻ ആക്കി എഴുതുമ്പോൾ എന്താ ചെയ്യടാ, ഒരു ഇക്വേഷൻ ആക്കി എഴുതാന്ന് വിചാരിച്ചോ, എന്ത് ചെയ്യണം, ഹയർ പർച്ചേസർ പ്രൈസ് ഈക്വൽ ടു ക്യാഷ് പ്രൈസ് പ്ലസ് ഇൻട്രസ്റ്റ് ഓർ ഡൗൺ പേയ്മെന്റ്, അല്ലേ, പ്ലസ് ഇൻസ്റ്റാൾമെന്റ്സ്. ഓക്കെ, ഡൺ. ഇതിൽ ഞാൻ അറിയാത്തൊരു സാധനം ഇല്ലല്ലോ, നിങ്ങൾ ആരും എന്താ ഡൗട്ട് ചോദിക്കാത്തെ? ഞാൻ ഇത് രണ്ടുമല്ലേ നിങ്ങൾക്ക് പറഞ്ഞിട്ടുള്ളൂ. ഇൻട്രസ്റ്റ് പേയ്മെന്റും ഇൻസ്റ്റാൾമെന്റും കൂട്ടിയതാണെന്നാണ് ഹയർ പർച്ചേസ്. അതിന്റെ ഇടയിൽ ഞാൻ ക്യാഷ് പ്രൈസ് പറഞ്ഞ ഒരാളെ ഉൾപ്പെടുത്തി, അല്ലെ? ക്യാഷ് പ്രൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, ഒരു ഹയറർ ഇൻസ്റ്റാൾമെന്റ് ഇല്ല എന്ന് വിചാരിച്ചോ, അതായത് ഹയർ പർച്ചേസ് സ്കീം ഇല്ല എന്ന് വിചാരിച്ചോ, ഇല്ലാത്ത സമയത്ത് കൊടുക്കുന്ന എമൗണ്ട് ഉണ്ടാവും, അതെന്തായിരിക്കും, ക്യാഷിലുള്ള പൈസ, അല്ലെ? ക്യാഷ് ബേസിസിലാണ് ഇയാൾ ഈ ട്രാൻസാക്ഷനിൽ ഏർപ്പെടുന്നുണ്ടെങ്കിൽ അതിന് കൊടുക്കേണ്ട എമൗണ്ട് ഉണ്ടല്ലോ, അതിനെ വിളിക്കുന്ന പേരാണ് ക്യാഷ് പ്രൈസ്. അതായത് ക്യാഷ് പ്രൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദ ഗുഡ്സ് അറ്റ് വിച്ച് മേ ബി പർച്ചേസ്ഡ് ബൈ ദ ഹയറർ ഫോർ ക്യാഷ്. ഓക്കെ, ക്യാഷ് ബേസ് മാത്രമേ ഉള്ളൂ, ഇവിടെ ക്രെഡിറ്റ് ആണ്, അല്ലെ? ഹയർ പർച്ചേസ് വരുമ്പോൾ ക്രെഡിറ്റിലാണ് നമ്മൾ വാങ്ങുന്നത്. ആക്ച്വലി ക്രെഡിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കടം വാങ്ങിയിട്ടാണ്, ഐ മീൻ കടത്തിനാണ് നമ്മൾ സാധനം വാങ്ങുന്നത്, പിന്നെ നമ്മൾ എന്ത് ചെയ്യണം, ഓരോ മന്ത് വൈസ് നമ്മൾ എന്ത് ചെയ്യണം, പേയ്മെന്റ് നടക്കണം, അല്ലെ? അതല്ലാത്തൊരു സ്കീം ഉണ്ടായിരുന്നു വിചാരിച്ചു, അതായത് നമ്മൾ എന്ത് ചെയ്യണം, ഫസ്റ്റ് ടൈം എന്ത് ചെയ്യണം, ക്യാഷ് പ്രൈസിൽ വാങ്ങുകയാണ് എന്നുണ്ടെങ്കിൽ നമ്മൾ കൊടുക്കേണ്ട പ്രൈസ് ഇല്ലേ, അതാണ് ക്യാഷ് പ്രൈസ്. ഓക്കെ, അപ്പൊ ഹയർ പർച്ചേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ക്യാഷ് പ്രൈസും ഇൻട്രസ്റ്റ് എമൗണ്ടും എന്തെങ്കിലും ഡൗൺ പേയ്മെന്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ, അതായത് ആദ്യം തന്നെ കൊടുക്കുന്ന എന്തെങ്കിലും ഡൗൺ പേയ്മെന്റ് ഉണ്ടെങ്കിൽ അതും പ്ലസ് ഇൻസ്റ്റാൾമെന്റ് എന്തെങ്കിലും വരുന്നുണ്ടെങ്കിൽ, അതായത് ഓരോ മന്തിൽ കൊടുക്കുന്ന ഇൻസ്റ്റാൾമെന്റ് ഉണ്ടെങ്കിൽ അതും കൂടി ചേർത്തതാണ് എന്ത്, ഹയർ പർച്ചേസ് പ്രൈസ്. ഓക്കെ, ഇതുവരെയുള്ളൊക്കെ കൺഫേർട്ട് അല്ലേ? ഇത് ഇത്രയാണ് ഈ നാല് വേർഡ്സ് അങ്ങോട്ടും തിരിച്ചിട്ടിട്ടാണ് നിങ്ങളുടെ 90% ഹയർ പർച്ചേസ് നിൽക്കുന്നത്. ആൻഡ് ഇതിന് ശേഷം നിങ്ങൾക്ക് ജസ്റ്റ് ജേർണൽ എൻട്രി കൂടി പഠിച്ചു കഴിഞ്ഞാൽ ഹയർ പർച്ചേസ് കംപ്ലീറ്റഡ് ആണ്. അപ്പൊ ഈ ടേംസ് പെർഫെക്റ്റ് ആയിരിക്കണം. എന്താണ് ഹയർ പർച്ചേസ്, എന്താണ് ക്യാഷ് പ്രൈസ്, എന്താണ് ഇൻട്രസ്റ്റ്, എന്താണ് ഡൗൺ പേയ്മെന്റ്, എന്താണ് ഇൻസ്റ്റാൾമെന്റ് എന്നുള്ളത് കറക്റ്റ് ആയിരിക്കണം. ഓക്കെ, ഹയർ പർച്ചേസർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, ഹയർ പർച്ചേസർ പറഞ്ഞു കഴിഞ്ഞാൽ ആരാണോ ഹയർ പർച്ചേസിൽ സാധനം വാങ്ങുന്ന അയാളുടെ പേരാണ് നമ്മൾ എന്ത് വിളിക്കുക, ഹയർ പർച്ചേസർ. ഓക്കെ, ഇനി നമ്മൾ ഇപ്പൊ ഈ പറഞ്ഞ വെച്ച സ്കീമുകൾ ഒക്കെ നിങ്ങൾ ഓക്കെ അല്ലേ? ഇത് വെച്ചിട്ട് നമ്മൾ ക്വസ്റ്റ്യനിലേക്ക് വരുമ്പോൾ കുറച്ച് സാധനങ്ങൾ കാണും, നമ്മൾ അത് വെച്ചിട്ടുള്ള ചെറിയ സംഭവം നോക്കാം. ഇത് വിസിബിൾ അല്ലടാ, ഈ സ്ക്രീൻ വിസിബിൾ അല്ലേ? ഓക്കെ, സെക്കൻഡ്. One second. ഓക്കെ, അപ്പൊ ഞാൻ പറഞ്ഞത് സ്കീം വെച്ച് നമ്മൾ എന്ത് ചെയ്യണം, ജസ്റ്റ് ഒന്ന് ഹയർ പർച്ചേസിൽ കുറേ ന്യൂമറിക്കൽസിൽ പല കോമ്പിനേഷൻസ് വരും. അതായത് ഇപ്പൊ നമ്മൾ പറഞ്ഞ ടേംസ് ഉണ്ടല്ലോ, ക്യാഷ് പ്രൈസ്, ഡൗൺ പേയ്മെന്റ്, അതുപോലെ ഇൻസ്റ്റാൾമെന്റ്, ഇൻട്രസ്റ്റ്, ഇത് വെച്ചിട്ട് എന്ത് ചെയ്യും, നിങ്ങൾക്ക് പല കോമ്പിനേഷൻ വരും. പല കോമ്പിനേഷൻ എന്ന് പറഞ്ഞാൽ ആദ്യം ഒരു പക്ഷേ നിങ്ങൾക്ക് ഹയർ പർച്ചേസ് പ്രൈസ് തന്നിട്ടുണ്ടാവും, ചിലപ്പോൾ നിങ്ങൾക്ക് എന്തുണ്ടാവും, ക്യാഷ് പ്രൈസ് തന്നിട്ടുണ്ടാവും,
ഹയർ പർച്ചേസ് ട്രേഡിംഗ് അക്കൗണ്ട് ഇൻക്ലൂഡ് ഡെപ്റ്റേഴ്സ് മെത്തേഡ്, സ്റ്റോക്ക് ആൻഡ് ഡെപ്റ്റേഴ്സ് മെത്തേഡ്, ഫൈനൽ അക്കൗണ്ട് മെത്തേഡ് കൂടെ പറഞ്ഞു തരാമോ സാർ? പറയടാ, ലാസ്റ്റ് പറയാം. ഓക്കെ, നമ്മൾ ആദ്യം ഈ ബേസ് എന്ന് പറയട്ടെ, നമ്മൾ അവസാനത്തൊട്ടും എന്ത് ചെയ്യാം, കൊടുക്കത്താം. ഓക്കെ, അപ്പോ ഇത് വെച്ചിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യും, ഒരുപാട് കോമ്പിനേഷൻസ് വരും. അതായത് ചിലപ്പോൾ നിങ്ങൾക്ക് ക്യാഷ് പ്രൈസ് ആദ്യം തന്നിട്ടുണ്ടാവും, എന്നിട്ട് നിങ്ങളുടെ ഹയർ പർച്ചേസ് എമൗണ്ട് കണ്ടുപിടിക്കാൻ പറയും. ചിലപ്പോൾ നിങ്ങൾക്ക് ഇൻസ്റ്റാൾമെന്റ്സ് മാത്രം തന്നിട്ടുണ്ടാവും, ഇൻട്രസ്റ്റ് കണ്ടുപിടിക്കാൻ പറയും. അല്ലെങ്കിൽ ഇത് കണ്ടുപിടിച്ചിട്ട് നിങ്ങളോട് എന്ത് ചെയ്യാൻ പറയും, ഇതിനൊക്കെ ജേർണലൈസ് ചെയ്യാൻ പറയും. അതൊക്കെ ഇത് എന്ത് ചെയ്യണം, ജേർണൽ എൻട്രി ആക്കി മാറ്റാൻ പറയും. അപ്പൊ നമ്മൾ അതിലുള്ള കുറച്ച് കോമ്പിനേഷൻസ് ആണ് ആദ്യം നോക്കുന്നത്. ഓക്കെ, അതിൽ ഫസ്റ്റ് ഇത് കുറച്ചും കൂടി വലുതാക്കേണ്ടി വരും, നിങ്ങൾ കാണാൻ ഇവിടെ ഉള്ളത് കേസ് 1 മാത്രം നോക്കേ, കേസ് 1 മാത്രം. കേസ് 1 മാത്രം നോക്കാം. കേസ് 1 പറയുന്നത് എന്താ, ക്യാഷ് പ്രൈസ് എമൗണ്ട് 1 lakh rupees. ഓക്കെ, ക്യാഷ് പ്രൈസ് എമൗണ്ട് എന്നുണ്ട് 1 lakh എമൗണ്ട്, ഡൗൺ പേയ്മെന്റ് 25,000. ഓക്കെ, ഡൗൺ പേയ്മെന്റ് 25,000. ഇതൊക്കെ എന്താ ടേംസ് എന്നുള്ള മനസ്സിലല്ലേ? ഓക്കെ അല്ലേ? ഓക്കെ, ആൻഡ് ബാലൻസ് എമൗണ്ട് 3 ഈക്വൽ ഇൻസ്റ്റാൾമെന്റ്സ് ആയിട്ട് നമ്മൾ എന്ത് ചെയ്യണം, അടക്കണം. ഓക്കെ, ഓഫ് 30,000, 30,000 രൂപന്റെ പെർ ആനം 10% ഉണ്ടാവും, പെർ ആനം ഇൻട്രസ്റ്റ്. ഞാൻ ഒന്ന് ചുരുക്കി എഴുതിയെന്നുള്ളൂ, പെർ ആനം 10% ഇൻട്രസ്റ്റ് ആണ്. ഓക്കെ, ഇൻട്രസ്റ്റ് എമൗണ്ട്. അപ്പൊ ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, ക്യാഷ് പ്രൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, നമ്മൾ എന്ത് ചെയ്യണം, ഹയർ പർച്ചേസ് സ്കീമിൽ സർ ക്യാഷ് പ്രൈസ് എന്ന് പറയാമോ? ക്യാഷ് പ്രൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല്, അതായത് ഞാൻ ഹയർ പർച്ചേസിൽ ഒരാൾ ഏർപ്പെടുന്നില്ല എന്ന് വിചാരിച്ചോ, അതായത് ഞാൻ ക്രെഡിറ്റിന് ഒരു സാധനം വാങ്ങുന്നില്ല. ഹയർ പർച്ചേസ് എന്ന് പറഞ്ഞാൽ ബേസിക്കലി ക്രെഡിറ്റിന് വാങ്ങുക എന്നാണ് ഉദ്ദേശിക്കുന്നത്. നമ്മൾ കടത്തിന് വാങ്ങുകയാണ് സാധനം, നമ്മൾ ഫുൾ എമൗണ്ട് കൊടുത്തിട്ട് വാങ്ങുന്നില്ല. ഓക്കെ, അങ്ങനെ വാങ്ങാത്ത കേസ് ആണെങ്കിൽ നിങ്ങൾ നേരെ പോയി ക്യാഷിന് ഒരു സാധനം വാങ്ങുകയാണെന്ന് വിചാരിച്ചോ, ആ വാങ്ങാത്ത കേസിൽ നിങ്ങൾ കൊടുക്കേണ്ട എമൗണ്ട് ആണ് ശരിക്കും എന്ത്, ക്യാഷ് പ്രൈസ്. ഓക്കെ, അണ്ടർസ്റ്റുഡ്? മനസ്സിലായടാ? തെറ്റായോ? ഓക്കെ, വോയിസ് ഒന്ന് മ്യൂട്ട് ചെയ്യടാ, വോയിസ് മ്യൂട്ട് ചെയ്യും. ഓക്കെ, അപ്പോ ഈ കേസിൽ എന്താ നമ്മളോട് പറയുന്നത്, ക്യാഷ് പ്രൈസ് എമൗണ്ട് ഉണ്ട് 1 lakh rupees ഉണ്ട്. ഓക്കെ, അതായത് നമ്മൾ ഹയർ പർച്ചേസിൽ ഏർപ്പെടുന്നില്ല എന്ന് വിചാരിച്ചോ, ഹയർ പർച്ചേസിൽ ഏർപ്പെടാത്ത ടൈമിൽ നമ്മൾ കൊടുക്കേണ്ട പ്രൈസ് എത്രയാണ്, 1 lakh rupees ആണ്. ഓക്കെ, അതിൽ നമ്മൾ ഡൗൺ പേയ്മെന്റ് ആയിട്ട് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, 25,000 rupees കൊടുത്തു. ഓക്കെ, അപ്പൊ ആലോചിച്ച് നോക്ക്, 1 lakh rupees ആണ് നമ്മൾ ആക്ച്വലി ശരിക്കും ക്യാഷ് ഹയർ പർച്ചേസ് അല്ലെങ്കിൽ അയാൾക്ക് കൊടുക്കേണ്ട പൈസ. അതിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്തു, 25,000 rupees ഞാൻ ഇപ്പൊ തന്നെ കൊടുത്തു, ഡൗൺ പേയ്മെന്റ് ആയിട്ട് 25,000 തന്നെ കൊടുത്തു. അപ്പൊ ഇനി ബാക്കി എത്ര ഉണ്ടാവും, ബാക്കി എത്ര ഉണ്ടാവും, 1 lakh rupees മൈനസ് 1 lakh rupees മൈനസ് 25,000 അല്ലെ? 1 സെക്കൻഡ് എഴുതുന്നത്, സ്ക്രീന് മാത്രമേ വലുതാവുന്നുള്ളൂ, എഴുതി വലുതാവുന്നില്ല. 1 സെക്കൻഡ്. 1 lakh rupees ആണ് ക്യാഷ് പ്രൈസ്. അതിൽ നിന്ന് ഞാൻ എന്ത് ചെയ്തു, 25,000, 25K എന്നതുകൊണ്ട് മനസ്സിലായില്ലേ? 25K, നിങ്ങൾക്ക് K എന്നും അറിയാത്ത ആൾക്കാരല്ലല്ലോ. ഫൈൻ, അപ്പൊ 25,000 rupees ഞാൻ എന്ത് ചെയ്തു, ഡൗൺ പേയ്മെന്റ് കൊടുത്തു. സോ ബാലൻസ് എന്റെ കയ്യിൽ ഇനി ഞാൻ കൊടുക്കാൻ എത്ര ഉണ്ടാവും, 75,000 rupees ഉണ്ടാവും അല്ലെ? 1 lakh rupees ആയിരുന്നു ക്യാഷ് പ്രൈസ്, അതിന് ഞാൻ എത്ര ചെയ്തു, 25,000 ഡൗൺ പേയ്മെന്റ് കൊടുത്ത ബാലൻസ് എത്ര ഉണ്ടാവും, 75,000 ഉണ്ടാവും. ബാലൻസ് എങ്ങനെ കൊടുക്കണം എന്ന് എന്നോട് പറയുന്നത്, 3 ഈക്വൽ ഇൻസ്റ്റാൾമെന്റ്സ് ആയിട്ട് കൊടുക്കണം, അതും 30,000 rupeesന്റെ. അതായത് ഹയർ പർച്ചേസ് നിങ്ങൾ ചെയ്യുന്ന ക്വസ്റ്റ്യൻ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ഒരു ടേബിൾ, ഓൾമോസ്റ്റ് ഒരുവിധ എല്ലാ ക്വസ്റ്റ്യനിലും നിങ്ങൾക്ക് ഒരു ടേബിൾ ഉണ്ടാക്കുന്നുണ്ടാവും. ആ ടേബിളിൽ എന്തൊക്കെ ഉണ്ടാവും, ഔട്ട്സ്റ്റാൻഡിങ് എമൗണ്ട് ഉണ്ടാവും. ഔട്ട്സ്റ്റാൻഡിങ് എമൗണ്ട് എന്താണെന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം, മനസ്സിലായിട്ടില്ലെങ്കിൽ പറഞ്ഞുതരാം. 1 സെക്കൻഡ്. ഔട്ട്സ്റ്റാൻഡിങ് എമൗണ്ട് ഉണ്ടാവും, ഔട്ട്സ്റ്റാൻഡിങ് എമൗണ്ടിലേക്ക് ഇൻട്രസ്റ്റ് പോർഷൻ ഉണ്ടാവും. ഓക്കെ, ഇൻട്രസ്റ്റ് പോർഷൻ ഉണ്ടാവും. ആൻഡ് ഇൻട്രസ്റ്റ് പോർഷൻ കഴിഞ്ഞാൽ പ്രിൻസിപ്പൽ എമൗണ്ട് ഉണ്ടാവും, പ്രിൻസിപ്പൽ എമൗണ്ട്. ആൻഡ് ബാലൻസ്
ഇൻസ്റ്റാൾമെന്റ് ഉണ്ടാവും. ഓക്കെ, സി ഇപ്പോ ഈ ക്വസ്റ്റ്യനിൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് എത്ര രൂപ ഇനി ബാലൻസ് ഉണ്ട്, കൊടുക്കാൻ എത്ര ഉണ്ട്, 75,000 ഉണ്ട്. അപ്പോൾ ഹയർ പർച്ചേസ് നിങ്ങൾ ആലോചിക്കേണ്ട ഒരു ആദ്യത്തെ കാര്യം വെച്ചാൽ ഈക്വൽ ഇൻസ്റ്റാൾമെന്റ്സ് എത്ര മന്ത് ആണെന്നുള്ളത് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ടോ നോക്കാം. ഇപ്പൊ ഇവിടെ 3 ഈക്വൽ ആനുവൽ ഇൻസ്റ്റാൾമെന്റ്സ് എന്നുണ്ട്. അപ്പൊ 3 ഇൻസ്റ്റാൾമെന്റ്സും കൂടി ഇനി അടക്കാനുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലെ. അപ്പോൾ ഇയർ 1 ഇയർ 2 ചിലപ്പോൾ അത് ഇയർലി ആയിരിക്കാം, ചിലപ്പോൾ മന്ത്ലി ആയിരിക്കാം, ചിലപ്പോൾ വീക്ക്ലി ആയിരിക്കാം. അത് ഡിപ്പെൻസ് ഓൺ ക്വസ്റ്റ്യൻ. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാക്കുന്നിടത്തോളം എത്ര ഉണ്ട്, ഇയർലി ആണോ മന്ത്ലി ആണോ എന്നുള്ളതിനേക്കാൾ കൂടുതൽ നിങ്ങൾ ആലോചിക്കുന്നത് എത്ര ഇൻസ്റ്റാൾമെന്റ് ഉണ്ട് ഇനി ബാക്കി എന്നുള്ളത് നോക്കാം. ഓക്കെ, അപ്പൊ 3 ഇൻസ്റ്റാൾമെന്റ് നമ്മൾ എന്ത് ചെയ്യണ്ട് ഇനി കൊടുക്കാണ്ട്. റൈറ്റ്, നമ്മൾ ഓൾറെഡി എത്ര രൂപ കൊടുത്തു, 25,000 റുപ്പീസ് കൊടുത്തു, ഡൗൺ പേയ്മെന്റ് കൊടുത്തു. ഇനി ബാക്കിയുള്ള 75,000 ഞാൻ എന്ത് ചെയ്യുന്നതാണ്, കടത്തിലാണ് കൊടുക്കുന്നത്. അതായത് ഞാൻ ഇപ്പൊ തന്നെ അറ്റ് ദ ടൈം കൊടുക്കുന്നില്ല, ക്യാഷ് പ്രൈസിന്റെ കൂടെ കൊടുത്തു കഴിഞ്ഞിരുന്നെങ്കിൽ ഹയർ പർച്ചേസ് സ്കീമേ വേണ്ട. ഞാൻ പറയുകയാണ് ഇപ്പൊ ഈ 75,000 കൂടി ഈ 1 ലാഖിന്റെ 25,000 കൂടെ കൊടുത്തു കഴിഞ്ഞാൽ ഹയർ പർച്ചേസ് അവിടെ ഇല്ല. ക്യാഷ് പ്രൈസിൽ ഫുൾ എമൗണ്ട് ഞാൻ എന്ത് ചെയ്തു, ക്യാഷ് പ്രൈസ് കൊടുത്തിട്ട് ഞാൻ എന്ത് ചെയ്തു, ഫുൾ എമൗണ്ടിന് ഞാൻ സാധനം വാങ്ങി. സോവർ, ഹയർ പർച്ചേസേ വരുന്നില്ല. പക്ഷേ ഹയർ പർച്ചേസ് വരാൻ കാരണം എന്താ, ബാക്കിയുള്ള 75,000 രൂപനെ ഞാൻ എന്ത് ചെയ്യാണ്, 3 മാസമായിട്ട് ഇൻസ്റ്റാൾമെന്റിൽ തരികയാണ്. അതും എങ്ങനെ, 10% ഇൻട്രസ്റ്റ് പോർഷനും കൂടി ചേർത്തിട്ട്. ഓക്കെ, അപ്പൊ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇയർ 1 ഇവിടെ ഇൻസ്റ്റാൾമെന്റ് ഇയർലി ആണെന്ന് വിചാരിച്ചോ, അല്ലെങ്കിൽ മന്ത്ലി ആവാം, വീക്ക്ലി ആവാം, വട്ടവർ. ഇപ്പൊ ഇയർലി ആണെന്ന് വിചാരിച്ചോ. ഇയർ 1 എന്നെ സംബന്ധിച്ചിടത്തോളം എന്റെ ഫിനാൻഷ്യൽ അക്കൗണ്ട്, എന്റെ ബാലൻസ് ഷീറ്റ് എൻഡ് ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ എന്റെ ബാലൻസ് ഷീറ്റ് എൻഡിങ് ഡേറ്റിൽ എനിക്ക് ഇനി എത്ര രൂപ കൊടുക്കാണ്ട്, എന്റെ ഹയർ പർച്ചേസ് ചെയ്ത ആൾക്ക് ഞാൻ എത്ര എമൗണ്ട് കൊടുക്കാണ്ട്, 75,000 റുപ്പീസ് ബാലൻസ് ഉണ്ട് അല്ലെ. 75,000 റുപ്പീസ് ബാലൻസ് ഉണ്ട് അല്ലെ. അങ്ങനെയല്ലേ വരിക, 1 ലാഖ് റുപ്പീസ് ഉണ്ടായിരുന്നു, അതിന് ഞാൻ 25,000 ഡൗൺ പേയ്മെന്റ് കൊടുത്തു കഴിഞ്ഞാൽ ബാലൻസ് എത്ര ഉണ്ടാവും, 75,000 ഉണ്ടാവും. സി 75,000 രൂപ ഇനി അയാൾക്ക് ഞാൻ കൊടുക്കാണ്ട്. ഓക്കെ, ഞാൻ മനസ്സിലാക്കി. ഇനി ഈ വർഷം എൻഡ് ആവുമ്പോഴേക്കും ഞാൻ എന്ത് ചെയ്യണം, അതിന്റെ ഇൻസ്റ്റാൾമെന്റ് എമൗണ്ട് കൊടുക്കണം. ഇൻസ്റ്റാൾമെന്റ് എമൗണ്ട് മൂപ്പര് എന്നോട് എത്ര പറഞ്ഞേ 30,000 റുപ്പീസ്. ഓക്കെ, സി നമ്മൾ 30,000 റുപ്പീസ് എന്നുള്ളത് നമുക്ക് അടുത്ത കേസിൽ ചെയ്യാം. ഒറ്റ കേസിൽ 30,000 ഇല്ല എന്ന് വിചാരിച്ചു, 3 ഈക്വൽ ഇൻസ്റ്റാൾമെന്റ്സ് മാത്രമേ ഉള്ളൂ എന്ന് വിചാരിച്ചു. ഓക്കെ, അടുത്ത കേസ് 2 ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഈ 30,000 വേറെ കേസാണ്. ഇത് 30,000 ഇല്ല, വായിച്ച 30,000 മനസ്സിലും വായിച്ചാലേ. ഓക്കെ, ഇത്രയും പറഞ്ഞിട്ടുള്ളൂ, 3 ഈക്വൽ ഇൻസ്റ്റാൾമെന്റ്സ് ആയിട്ട് തരണേ പറഞ്ഞിട്ടുള്ളൂ. എത്ര ഇൻസ്റ്റാൾമെന്റ് എമൗണ്ട് എത്രയെന്നുള്ളത് പറഞ്ഞിട്ടില്ല. അങ്ങനെയാണെങ്കിൽ 75,000 രൂപയായി എനിക്കിനി കൊടുക്കാനുള്ളത്. അതിലേക്ക് എന്ത് ചെയ്യണം, ഞാൻ ഈ വർഷം എൻഡ് ചെയ്യുമ്പോൾ അയാൾക്ക് ആദ്യത്തെ ഇൻസ്റ്റാൾമെന്റ് എമൗണ്ട് കൊടുക്കണം. ആ ഇൻസ്റ്റാൾമെന്റ് എമൗണ്ട് എത്രയാണ് ഞാൻ വിചാരിക്കാം, ഞാൻ പറഞ്ഞു ഒരു ഇൻസ്റ്റാൾമെന്റിൽ എന്തൊക്കെ പോർഷൻ ഉണ്ടാവും, പ്രിൻസിപ്പൽ പോർഷനും ഉണ്ടാകും, ഇൻട്രസ്റ്റ് പോർഷനും ഉണ്ടാവും അല്ലെ. ആൾ എന്നോട് പറഞ്ഞ എന്താ, 3 ഈക്വൽ ഇൻസ്റ്റാൾമെന്റ്സ് ആയിട്ട് ബാലൻസ് എത്രയുണ്ടോ അത് തരണമെന്നാണ്. ബാലൻസ് എമൗണ്ട് എത്ര ഉണ്ട് ഞാൻ കൊടുക്കാൻ, 75,000 രൂപയുണ്ട്. 75,000 3 ഈക്വൽ ഇൻസ്റ്റാൾമെന്റ്സ് ആക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയാടാ, 75,000 by 3 അല്ലേ. 75,000 by 3 ആണ് എന്ത്, 3 ഈക്വൽ ഇൻസ്റ്റാൾമെന്റ്. ഓക്കെ, തുല്യമായിട്ട് എന്ത് ചെയ്യണം, ഓരോ 75,000 ഞാൻ എന്ത് ചെയ്യണം, 3 ഈക്വൽ ഇൻസ്റ്റാൾമെന്റ്സ് ആയിട്ട് തരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 25,000 റുപ്പീസ് എന്ത് ചെയ്യണം, ഞാൻ പെർ മന്ത് എന്ത് ചെയ്യണം, ആൾക്ക് കൊടുക്കണം അല്ലെ. സോറി, പെർ മന്ത് അല്ല, നമ്മളിവിടെ പെർ ആനുവൽ ആണ് ഉദ്ദേശിക്കുന്നത്. അപ്പൊ 25,000 ഞാൻ എന്ത് ചെയ്യണം, പ്രിൻസിപ്പൽ എമൗണ്ടിന്റെ പോർഷൻ കൊടുക്കണം. അതായത് പ്രിൻസിപ്പൽ എമൗണ്ട് പറഞ്ഞു കഴിഞ്ഞാൽ 1 ലാഖ് മൈനസ് 25,000 കുറച്ച് ഈ ബാക്കി 75,000 ആണ് എന്റെ പ്രിൻസിപ്പൽ പോർഷൻ. ഈ പ്രിൻസിപ്പൽ പോർഷനിൽ 25,000 രൂപ ഞാൻ എന്ത് ചെയ്യണം, ആദ്യത്തെ വർഷം കൊടുക്കണം. അടുത്ത 25,000 ഞാൻ എന്ത് ചെയ്യണം, പിന്നത്തെ വർഷം കൊടുക്കണം. അടുത്ത 25,000 പിന്നെ ഞാൻ ലാസ്റ്റ് ഇയറിൽ കൊടുക്കണം. അപ്പൊ പ്രിൻസിപ്പൽ നമ്മൾ എന്തായി, ഫിക്സ്ഡ് ആണ് അല്ലെ. 25,000 ഇതൊക്കെ തൗസൻഡ്സിലാണ്, 25 വിചാരിക്കുന്നു, ഇതാക്കരുത്, 25,000. അപ്പൊ 3 25,000 ആയിട്ട് ഞാൻ എന്ത് ചെയ്യണം, ഓരോ വർഷം കൊടുക്കണം. ഇതിലേക്ക് ഇൻസ്റ്റാൾമെന്റ് എമൗണ്ട് കൊടുക്കുമ്പോൾ പ്രിൻസിപ്പൽ മാത്രം കൊടുത്താൽ എന്ത് ചെയ്യും, ഇല്ല, ഇൻട്രസ്റ്റ് കൂടി കൊടുക്കണം. ഇൻട്രസ്റ്റ് എത്ര പറഞ്ഞിട്ടുള്ളത്, 10% പെർ ആണ്. ഇൻട്രസ്റ്റ് നിങ്ങൾ എപ്പോഴും കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ഇൻട്രസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്, ഔട്ട്സ്റ്റാൻഡിങ് ബാലൻസിലാണ് നിങ്ങൾ ഇൻട്രസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് അല്ലെ. നമ്മൾ ഒരാൾക്ക് എത്ര പൈസ കൊടുക്കാനുണ്ടോ ആ ബാലൻസ് ഉണ്ടല്ലോ, അറ്റ് ദ എൻഡ് ഔട്ട്സ്റ്റാൻഡിങ് ബാലൻസ് ഉണ്ടല്ലോ, ആ ഔട്ട്സ്റ്റാൻഡിങ് ബാലൻസിന് വേണം നിങ്ങൾ എന്ത് ചെയ്യണേ, ഇൻട്രസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യണേ. ഇപ്പൊ നമ്മൾ ഇയർ 1 നമ്മൾ എത്രയാണ് ഔട്ട്സ്റ്റാൻഡിങ് ബാലൻസ്, 75,000 ആയിരുന്നു. 75,000 ഇൻട്രസ്റ്റ് പോർഷൻ എത്ര, നമ്മളോട് ഇൻട്രസ്റ്റ് എത്ര കാൽക്കുലേറ്റ് ചെയ്യാൻ പറഞ്ഞത്, 10% പെർ ആനം. നമ്മൾ ആനുവലി അല്ലേ നമ്മൾ ഈ ഇൻസ്റ്റാൾമെന്റ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് അല്ലെ. ഇതിപ്പോ മന്ത്ലി ആണെങ്കിലോ 10% ഇൻറ്റു എത്ര മന്തിനാണെന്നുള്ളത് നിങ്ങൾ എന്ത് ചെയ്യണം, കൊടുക്കണം. ഇപ്പൊ ഇവിടെ നമ്മൾ എന്ത് ആനുവലി കാൽക്കുലേറ്റ് ചെയ്യണം. അപ്പൊ എത്രയായി, 7,500 അല്ലെ.
ഫസ്റ്റ് ഇൻട്രസ്റ്റ് എത്രയായി 7,500 കിട്ടി, മനസ്സിലായില്ലേ? 7,500 പ്ലസ് 25,000 എത്ര ഉണ്ടാവും? 25,000 പ്ലസ് 7,500 പറഞ്ഞു കഴിഞ്ഞാൽ 32,500 ഇൻസ്റ്റാൾമെന്റ്. ഇതുവരെ ഓക്കെ ആണെന്ന് പറ. ഈ ചെയ്ത കാൽക്കുലേഷൻ ഓക്കെ ആണെന്ന് പറ. ഓക്കെ, എല്ലാവർക്കും ഓക്കെ ആണെന്ന് പറ. സെറ്റല്ലേ? ഓക്കെ. സി, അപ്പൊ നമ്മളെ സംബന്ധിച്ചിടത്തോളം ആദ്യത്തെ ഇയർ നമ്മൾ പേ ചെയ്തു. ഇനി രണ്ടാമത്തെ ഇയർ ഒക്കെ സിമ്പിൾ. ഫസ്റ്റ് ഇയർ ഈ ഒരൊറ്റ കാൽക്കുലേഷൻ കഴിഞ്ഞ് ബാക്കി ഇയർ ഒക്കെ സിമ്പിൾ. ഔട്ട്സ്റ്റാൻഡിംഗ് എമൗണ്ട് എത്ര ആയിട്ടുണ്ടാവും? ഔട്ട്സ്റ്റാൻഡിംഗ് എമൗണ്ട് പറഞ്ഞാൽ ഞാൻ പറഞ്ഞു, ക്യാഷ് പ്രൈസിന് ആദ്യം ഡൗൺ പേയ്മെന്റ് കുറച്ച് ബാലൻസ് എമൗണ്ട് ആണ് ആദ്യത്തെ ഔട്ട്സ്റ്റാൻഡിംഗ് എമൗണ്ട് 75,000. അതായത് പ്രിൻസിപ്പൽ എമൗണ്ടിന്റെ പോർഷൻ. പ്രിൻസിപ്പൽ ഇനി എത്ര കൊടുക്കാണ്ടെന്നില്ല. പ്രിൻസിപ്പൽ എമൗണ്ടിൽ നമ്മൾ ഓൾറെഡി 75,000 എത്ര കൊടുത്തു? ഈ വർഷം കഴിഞ്ഞപ്പോൾ 25,000 കൊടുത്തു. അപ്പൊ 75,000 മൈനസ് 25,000 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാക്കി ഇനി എത്ര ഉണ്ടാവും? പ്രിൻസിപ്പൽ എമൗണ്ടിൽ ഇനി 50,000 റുപ്പീസ് ബാലൻസ് ഉണ്ടാവും അടുത്ത ഇയർ ആവുമ്പോൾ. ഈ 50,000 സെയിം ഇൻട്രസ്റ്റ് വീണ്ടും എന്ത് ചെയ്യണം? 10% അക്രൂ ആയിട്ടുണ്ടാവും. ഇൻട്രസ്റ്റ് 5,000 റുപ്പീസ്. അപ്പൊ നമ്മൾ എത്രയായി? പ്രിൻസിപ്പൽ പ്ലസ് 5,000 റുപ്പീസ് ഇൻട്രസ്റ്റും കൂടി ആഡ് ചെയ്യുമ്പോൾ എത്രയായി? 30,000 ആയി അല്ലേ? ഓക്കെ, ഇയർ 2 ഓക്കെ. ഇനി ഇയർ 3ലേക്ക് വരുമ്പോ ബാലൻസ് എമൗണ്ട് എത്ര ഉണ്ടടാ? ഔട്ട്സ്റ്റാൻഡിംഗ് എമൗണ്ട് ബാലൻസ് എത്ര ഉണ്ട്? 75,000 ആയിരുന്നു ആദ്യം. 25,000 കൊടുത്തു. ബാലൻസ് എത്ര ഉണ്ടാവും? 25,000 ഉണ്ടാവും അല്ലെ? 25,000 സെയിം ഇൻട്രസ്റ്റ് എന്ത് ചെയ്യാ? 10% അക്രൂ ആയി. ഇൻട്രസ്റ്റും പ്രിൻസിപ്പൽ പോർഷനും കൂടി ചേർത്ത് നമ്മൾ എന്ത് ചെയ്യും? ഇൻസ്റ്റാൾമെന്റ് കൊടുക്കും. അപ്പൊ 25,000 പ്ലസ് എത്ര ഉണ്ട്? 2,500. ദാറ്റ് ഈസ് 27,500 കംപ്ലീറ്റഡ്. എങ്ങനെ കംപ്ലീറ്റഡ് ആയി എന്ന് മനസ്സിലായി? ഇതൊന്ന് ഞാൻ എങ്ങനെ കംപ്ലീറ്റഡ് ആയി എന്ന് മനസ്സിലാക്കി? സിമ്പിൾ. എന്നെ സംബന്ധിച്ചിടത്തോളം ഇൻട്രസ്റ്റ് അല്ല ഞാൻ നോക്കുന്നത്. ഓൾവേസ് തിങ്ക്, എന്നെ സംബന്ധിച്ചിടത്തോളം ഇൻട്രസ്റ്റോ ഇൻസ്റ്റാൾമെന്റ് അല്ല നോക്കുന്നത്. ക്വസ്റ്റ്യനിൽ എന്താ പറഞ്ഞിട്ടുള്ളത്? ഈക്വൽ ഇൻസ്റ്റാൾമെന്റ് ആയിട്ട് ഡൗൺ പേയ്മെന്റ് കൊടുത്ത് കഴിഞ്ഞ് ബാലൻസ് ഉള്ള എമൗണ്ട് ഉണ്ടല്ലോ, ഔട്ട്സ്റ്റാൻഡിംഗ് എമൗണ്ട് ഉണ്ടല്ലോ, അത് അവിടെ ഓക്കെ. ബാലൻസ് എമൗണ്ട് ഉണ്ടായിരുന്ന ഈ ഔട്ട്സ്റ്റാൻഡിംഗ് എമൗണ്ട് ഉണ്ടല്ലോ, അത് 3 ഈക്വൽ ഇൻസ്റ്റാൾമെന്റ്സ് ആയിട്ട് കൊടുത്തു തീർത്തു കഴിഞ്ഞാൽ എന്റെ ഹയർ പർച്ചേസ് സ്കീം കഴിഞ്ഞു. ഇവിടെ നമ്മൾ 3 ഈക്വൽ ഇൻസ്റ്റാൾമെന്റ്സ് ആയിട്ട് കൊടുത്തു തീർത്തുതാ. പ്രിൻസിപ്പൽ പോർഷനിൽ 25 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3 ഈക്വൽ ഇൻസ്റ്റാൾമെന്റ്സ് ആയിട്ട് 75,000 അടിച്ചു തീർത്തു. അതോടുകൂടി നമ്മൾ എന്തായി? ഔട്ട്സ്റ്റാൻഡിംഗ് എമൗണ്ട് കംപ്ലീറ്റഡ് ആയി. സോ ഔട്ട്സ്റ്റാൻഡിംഗ് എമൗണ്ട് മാത്രമല്ല ആ എമൗണ്ടിൽ നമുക്ക് വന്നത്. ഇൻസ്റ്റാൾമെന്റ് കൊടുക്കുമ്പോൾ നമ്മൾ എന്ത് കൂടി കൂട്ടി കൊടുത്തു? ഇൻട്രസ്റ്റ് പോർഷനും കൂടി കൂട്ടി കൊടുത്തു. ഇൻട്രസ്റ്റ് പോർഷൻ എന്തുമല്ല നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുക? ഔട്ട്സ്റ്റാൻഡിംഗ് എമൗണ്ട് എത്രയായിരുന്നോ അതിനെന്ത് ചെയ്യുക? ഇൻട്രസ്റ്റ് ഇൻറ്റു ചെയ്യുക. പെർ ആനം ആണെങ്കിൽ പെർ ആനം ചെയ്യുക. ഇവിടെ ഇപ്പോൾ പെർ ആനത്തിന് പറയും പെർ മന്ത് ആണെങ്കിൽ, അല്ലെങ്കിൽ ഒരു 3 മന്ത്സ് ആണെങ്കിൽ അതിനെ എന്ത് ചെയ്യുക? 3/12 ചെയ്യുക. നിങ്ങൾ എത്ര മന്തിനാണെങ്കിൽ ആ രീതിയിൽ ഇൻട്രസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യുക. ഓക്കെ, ഇതുവരെ ഓക്കെ അല്ലേ? ഇതാണ് ഹയർ പർച്ചേസിന്റെ ഒരു ബേസിക് കേസ്. ഓക്കെ, ഒരു ഏറ്റവും നോർമൽ വരാവുന്ന കേസ് എന്താണ്? ഇതാണ്. ജസ്റ്റ് എന്ത് ചെയ്യുക? ക്യാഷ് പ്രൈസ് തരിക, ഡൗൺ പേയ്മെന്റ് തരിക, അതിന്റെ ഇൻസ്റ്റാൾമെന്റ്സ് ആക്കി തരിക, അതിൽ എത്ര ഇൻട്രസ്റ്റ് പോർഷൻ എന്ന് പറയാം. എന്നിട്ട് എന്ത് ചെയ്യുക? നിങ്ങൾ ഇതുപോലെ ഒരു ചാർട്ട് ഉണ്ടാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എത്രയാണ് ഇൻസ്റ്റാൾമെന്റ് എന്ന് മനസ്സിലാവും, എത്ര പ്രിൻസിപ്പൾ മനസ്സിലാവും, എത്ര ഇൻട്രസ്റ്റ് മനസ്സിലാവും, എത്ര ഔട്ട്സ്റ്റാൻഡിംഗ് വരും. ഇത് ഇനി എന്ത് ചെയ്യണം? ജേർണൽ എൻട്രി ആക്കി മാറ്റണം. അതും കൂടി കഴിഞ്ഞാൽ കഴിഞ്ഞു, ഹയർ പർച്ചേസ് കഴിഞ്ഞു. ഇതിനെ നമ്മൾ എന്ത് ചെയ്യുക? ജേർണൽ എൻട്രി ആക്കി മാറ്റുക. കുറച്ച് ലെഡ്ജറിലേക്ക് മാറ്റി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഹയർ പർച്ചേസ് ഓവറായി. പക്ഷെ നിങ്ങൾ ഇത് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുമെന്ന് അറിയണം. ഓക്കെ, അപ്പൊ ഇതിൽ ഒരു കേസാണ് നമ്മൾ പറഞ്ഞത്. ഈ കേസ് ഓക്കെ അല്ലേ? ഏറ്റവും സിമ്പിൾ ആൻഡ് ബേസിക് കേസ് ആണിത്. ഇത് ഓക്കെ അല്ലേടാ? എല്ലാവർക്കും ഓക്കെ അല്ലേ? ഇത് മനസ്സിലായാൽ ബാക്കിയുള്ള കേസൊക്കെ ഈസി ആയിട്ട് മനസ്സിലാവും.
ഓക്കെ, ഇതിൽ ടേംസ് ഒന്നും ഡൗട്ട് ഇല്ലല്ലോ, എല്ലാ ടേംസും ഓക്കെ അല്ലേ എല്ലാവർക്കും? സിമ്പിൾ ആയ ടേംസ് ആണ്. ഓക്കെ, ഇനി നമുക്ക് കേസ് 2 നോക്കാം. ഞാൻ ഇത് ഒഴിവാക്കുകയാണ്. കേസ് 1 ഓക്കെ ആണെന്ന് വിചാരിക്കുന്നു. നമുക്ക് കേസ് 2, അതായത് ഞാൻ പറഞ്ഞു ഇതിൽ പല കോമ്പിനേഷൻസ് വരാം. ഓക്കെ, വേറെ ഒരു കോമ്പിനേഷൻ നോക്കാം. സെക്കൻഡ്, കാണുന്നുണ്ടോ? വേറെ ഒരു കോമ്പിനേഷൻ നോക്കാം. കേസ് 2. ഓക്കെ, കേസ് 1 നമ്മൾ പഠിച്ചു. സർ, ഈക്വൽ ഇൻസ്റ്റാൾമെന്റ് എന്ന് പറയുമ്പോൾ ക്യാഷ് പോർഷൻ മാത്രമാണോ ഈക്വൽ? ആടാ, ഈക്വൽ ഇൻസ്റ്റാൾമെന്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മളോട് പറയുന്നത് ഈക്വൽ ഇൻസ്റ്റാൾമെന്റ്സ് ആ ക്വസ്റ്റ്യൻ ഒന്നും കൂടി സ്പെസിഫൈ ചെയ്ത് പറയും. ഓക്കെ, ഈക്വൽ ഇൻസ്റ്റാൾമെന്റ്സ് ഓഫ് ഔട്ട്സ്റ്റാൻഡിങ് എമൗണ്ട് എന്ന് പറയും. ഓക്കെ, അല്ലാതെ ഇൻട്രസ്റ്റ് പോർഷൻ ചേർത്ത് കണ്ടുള്ളതല്ല. അങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ കുറച്ചും കൂടി നമ്മൾ ഒരു അടി കൂടി മുന്നോട്ട് കയറി കാൽക്കുലേറ്റ് ചെയ്യണം. ഓക്കെ, ഈക്വൽ ഇൻസ്റ്റാൾമെന്റ് എന്ന് പറഞ്ഞാൽ ഇൻസ്റ്റാൾമെന്റ് ഈക്വൽ ആവണ്ടേ? ഈക്വൽ ഇൻസ്റ്റാൾമെന്റ്സ് ഓഫ് ഔട്ട്സ്റ്റാൻഡിങ് എമൗണ്ട്, അങ്ങനെയാണ്. ഓക്കെ, ഈക്വൽ ഇൻസ്റ്റാൾമെന്റ്സ് ഇൻക്ലൂഡിങ് ഇൻട്രസ്റ്റ് എന്നല്ല. ഓക്കെ, ജസീൽ ഓക്കെ അല്ലടാ, മനസ്സിലായോ? ഈക്വൽ ഇൻസ്റ്റാൾമെന്റ്സ് ഓഫ് ഔട്ട്സ്റ്റാൻഡിങ് എമൗണ്ട്. ഓക്കെ, അടുത്ത കേസ് നോക്കാം. നമ്മളോട് ക്യാഷ് പ്രൈസിനെ കുറിച്ച് മിണ്ടുന്നില്ല. ഓക്കെ, ഫൈൻ. നമ്മളോട് നേരെ പറയുന്നത് ഡൗൺ പേയ്മെന്റ് തന്നിട്ടുണ്ട് 50,000. ഓക്കെ, ഇൻസ്റ്റാൾമെന്റ്സ് തന്നിട്ടുണ്ട് 2,16,000, 3,40,000 ആൻഡ് 4,72,000. ഇൻട്രസ്റ്റ് റേറ്റ് 8% പെർ ആനം എന്ന് തന്നിട്ടുണ്ട്. ഇൻട്രസ്റ്റ് റേറ്റ് 8% പെർ ആനം. ഓക്കെ, ഇവിടെ നമ്മുടെ ഇഷ്യൂ എന്തായിരിക്കും? നമ്മളെ സംബന്ധിച്ചിടത്തോളം ക്യാഷ് പ്രൈസ് കിട്ടിയാൽ നമുക്ക് വളരെ സുഖമാണ്. ക്യാഷ് പ്രൈസ് എന്ത് ചെയ്യുക? ഡൗൺ പേയ്മെന്റ് കുറക്കുക. ഡൗൺ പേയ്മെന്റിൽ ബാക്കിയുള്ള ഔട്ട്സ്റ്റാൻഡിങ് എമൗണ്ടിൽ എന്ത് ചെയ്യുക? ഇൻട്രസ്റ്റ് ഇൻറ്റു ചെയ്യുക. ഓരോ മന്തിലുള്ള ഓരോ ഇയറിലുള്ള ഇൻട്രസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യുക. എന്നിട്ട് ബാലൻസ് എത്ര ഇൻസ്റ്റാൾമെന്റ് കൊടുക്കുന്നു എന്നൊക്കെ കിട്ടും. പക്ഷെ ഇവിടെ ഇൻസ്റ്റാൾമെന്റ് ഡയറക്റ്റ്ലി തന്നിട്ടുണ്ട്. ഓക്കെ, ഡൗൺ പേയ്മെന്റ് തന്നിട്ടുണ്ട്. ഓക്കെ, ഇൻട്രസ്റ്റ് എമൗണ്ട് തന്നിട്ടില്ല, ഇൻട്രസ്റ്റ് റേറ്റും തന്നിട്ടുണ്ട്. പക്ഷേ എത്രയാണ് നമ്മളെ പ്രിൻസിപ്പൽ എമൗണ്ട് ഓരോ ഇയറിലും കൊടുക്കേണ്ടത് എന്നുള്ളതിനെ കുറിച്ച് പറയുന്നില്ല. പ്രിൻസിപ്പൽ എമൗണ്ട് എത്രയെന്നുള്ളത് പറയുന്നില്ല. കാരണം പ്രിൻസിപ്പൽ എമൗണ്ട് ഇന്നലെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? ഇൻട്രസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ഞാൻ പറഞ്ഞു പ്രിൻസിപ്പൽ എത്ര ഔട്ട്സ്റ്റാൻഡിങ് ബാലൻസ് ഉണ്ടോ അതുമല്ലാണ് നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്? ഇൻട്രസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. ഇവിടെ എന്ത് ചെയ്യുന്നില്ല? പ്രിൻസിപ്പൽ എമൗണ്ടിനെ കുറിച്ച് നമ്മളോട് പറയുന്നില്ല. നമ്മളോട് നേരെ എന്തിനാ പറയുന്നത്? ഇൻസ്റ്റാൾമെന്റ്സ് ആയിട്ടാണ് പറയുന്നത്, അല്ലെ? ഇൻസ്റ്റാൾമെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരൊക്കെ ഉണ്ടാവും? പ്രിൻസിപ്പളും ഉണ്ടാവും, ഇൻട്രസ്റ്റും ഉണ്ടാവും. രണ്ടും കൂടി ചേർത്തതാണ് എന്ത് ചെയ്യുക? ഇൻസ്റ്റാൾമെന്റ് ആയിട്ട് വരിക. അപ്പൊ ഈ കേസിൽ നമ്മൾ എങ്ങനെ സോൾവ് ചെയ്യും? എന്ത് ചെയ്യും? നമ്മൾ നേരത്തെ ചെയ്ത പോലെ ചെയ്യാൻ പറ്റുമോ? പറ്റൂല. നേരത്തെ ചെയ്ത പോലെ നമുക്ക് കിട്ടൂല. നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും? റിവേഴ്സ് ചെയ്യേണ്ടി വരും, അല്ലെ? റിവേഴ്സ് കാൽക്കുലേറ്റ് ചെയ്താലേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? ഈ പ്രോബ്ലം സോൾവ് ചെയ്യാൻ പറ്റുള്ളൂ, അല്ലേ? ഒരു സെക്കൻഡ്. ഓക്കെ, നമ്മൾ എന്ത് ചെയ്യാം? നേരത്തെ വരച്ച പോലെ തന്നെ നമുക്ക് എന്ത് ചെയ്യാം? ചാർട്ട് വരച്ച് നോക്കാം, ടേബിൾ വരച്ച് നോക്കാം. ടേബിളിൽ ആദ്യം എന്തായത്? ഔട്ട്സ്റ്റാൻഡിങ് എമൗണ്ട്, അല്ലെ? ഔട്ട്സ്റ്റാൻഡിങ് എമൗണ്ട് നമുക്കറിയോ? ഔട്ട്സ്റ്റാൻഡിങ് എമൗണ്ട് എത്രയാണ്? അറിയില്ല. നെക്സ്റ്റ്, ഇൻട്രസ്റ്റ്, അല്ലേ? ഇൻട്രസ്റ്റ്. അടുത്തതോ? പ്രിൻസിപ്പൽ പേയ്മെന്റ്, അല്ലെ? പ്രിൻസിപ്പൽ പേയ്മെന്റ്.
ലാസ്റ്റ് എന്തുണ്ടാവുക? ഇൻസ്റ്റാൾമെന്റ്സ്. ഓക്കെ, ഇതില് ഇൻസ്റ്റാൾമെന്റ്സ് ഓരോ ഇയറിലുള്ള ഇൻസ്റ്റാൾമെന്റ്സ് എമൗണ്ട് തന്നിട്ടുണ്ട്. ഓക്കെ, ഒറ്റ സെക്കൻഡ് ഇടാം. ഓക്കെ, സ്ലോ ആയിട്ടാണ് പോകുന്നത്. ഓക്കെ, കുഴപ്പമില്ലല്ലോ, ഫൈൻ. ഇത് പോണോ? ഇത്രയാണ് നമ്മൾ നേരത്തെ ചാർട്ടിൽ വരച്ചത്. ഇതിൽ നമുക്ക് ഓക്കെ, നമ്മൾ കുറച്ച് സ്പീഡ് പോവാം. ഇതിൽ നമുക്ക് എന്തില്ല, ഇവിടെ ആരില്ല, ഔട്ട്സ്റ്റാൻഡിങ് എമൗണ്ട് എത്ര അറിയില്ല, ഇൻട്രസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് ഏത് എമൗണ്ടും ഇല്ലാന്ന് അറിയില്ല. പക്ഷെ നമുക്കൊരു കാര്യം അറിയാം, എന്ത് ഔട്ട്സ്റ്റാൻഡിങ് വോയിസ് ഒന്ന് ഓഫാക്കടാ. ഹയർ പർച്ചേസ് സ്കീമിൽ വോയിസ് ഒന്ന് ഓക്കെ. ബ്രേക്ക് ആവുന്നത്, വോയിസ് ഓഫ് ആയി എല്ലാരും ഒന്ന്. ഷഹല അല്ലെ, ഷഹല വോയിസ് ഒന്ന് ഓഫ്. ഓക്കെ, നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു കാര്യം അറിയാം, ഈ ഹയർ പർച്ചേസ് സ്കീം എൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും കൊടുക്കണ്ടാവോ? ഇല്ല അല്ലേ? എൻഡ് ഓഫ് ദി ഡേ ഹയർ പർച്ചേസ് എൻഡ് ചെയ്യുന്ന ദിവസം അല്ലെങ്കിൽ ഹയർ പർച്ചേസ് എൻഡ് ചെയ്യുന്ന ഇയറിൽ നമുക്ക് എന്തെങ്കിലും കൊടുക്കണ്ടാവോ? ഇല്ല. അപ്പൊ ഔട്ട്സ്റ്റാൻഡിങ് അറ്റ് ദ എൻഡ് നമുക്കറിയാം അല്ലേ? ബിഗിനിങ് ആണ് നമുക്കറിയാത്ത, ഔട്ട്സ്റ്റാൻഡിങ് ബിഗിനിങ് ആണ് നമുക്കറിയാത്ത, പക്ഷെ നമുക്ക് എന്ത് ചെയ്യാം, ഔട്ട്സ്റ്റാൻഡിങ് അറ്റ് എൻഡ് അറിയാം അല്ലേ? ഔട്ട്സ്റ്റാൻഡിങ് അറ്റ് എൻഡ് എത്രയായിരിക്കും? 0 ആയിരിക്കും അല്ലേ? 0 ആയാലല്ലേ ഹയർ പർച്ചേസ് സ്കീം എന്താവുള്ളൂ. നമ്മൾ എന്താ ചെയ്യുന്നത്? ഞാൻ പറഞ്ഞു റിവേഴ്സ് കാൽക്കുലേറ്റ് ചെയ്താലേ ഇത് കിട്ടുള്ളൂ എന്ന് പറഞ്ഞു അല്ലെ? റിവേഴ്സ് കാൽക്കുലേറ്റ് ചെയ്യാൻ പോകും. റിവേഴ്സ് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ ആലോചിക്കുന്നത് എന്താ? നമ്മൾ നേരത്തെ എങ്ങനെ ആലോചിച്ചത്? നമ്മൾ സ്റ്റാർട്ട് തൊട്ട് എൻഡിലേക്ക് അങ്ങോട്ടാണ് ആലോചിച്ചത്. ഇനി നമ്മൾ എന്താ ചെയ്യുന്നത്? എൻഡിൽ നിന്നും മേലോട്ട് വരികയാണ്, സ്റ്റാർട്ടിങ്ങിലേക്ക് തിരിച്ചു വരികയാണ്. കാരണം എന്ത് ചെയ്യണം, നമുക്ക് സ്റ്റാർട്ട് ചെയ്യണം എന്നുണ്ടെങ്കിൽ, ഇപ്പൊ നേരത്തെ ആലോചിച്ച പോലെ സ്റ്റാർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം, സ്റ്റാർട്ടിങ്ങിലുള്ള ഔട്ട്സ്റ്റാൻഡിങ് എമൗണ്ട് കിട്ടിയാലേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഇവിടെ ഇൻട്രസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്ത് പ്രിൻസിപ്പൽ എത്രയും നോക്കി അങ്ങനെ പോകാൻ പറ്റുള്ളൂ. പക്ഷെ നമുക്ക് ഇവിടെ ഔട്ട്സ്റ്റാൻഡിങ് എമൗണ്ട് സ്റ്റാർട്ടിങ്ങിൽ കിട്ടൂല. കാരണം എന്താ, നമ്മുടെ കയ്യിൽ ക്യാഷ് പ്രൈസ് ഇല്ല അല്ലെ? ക്യാഷ് പ്രൈസ് ഇല്ലാത്തതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, സ്റ്റാർട്ടിങ്ങിലുള്ള ഔട്ട്സ്റ്റാൻഡിങ് എമൗണ്ട് കിട്ടില്ല. പക്ഷെ നമുക്ക് ഒരു കാര്യം അറിയാം, എന്താ ചെയ്യാം, ഔട്ട്സ്റ്റാൻഡിങ് അറ്റ് ദ എൻഡ് എന്തായിരിക്കും? 0 ആയിരിക്കും എന്നറിയാം അല്ലെ? ഹയർ പർച്ചേസ് എൻഡ് ചെയ്യുന്ന സമയത്ത് ഹയർ പർച്ചേസ് എൻഡ് ചെയ്യുന്ന സമയത്ത് നമ്മൾ എന്തെങ്കിലും കൊടുക്കണ്ടാവും? ഇല്ല. അപ്പൊ ഔട്ട്സ്റ്റാൻഡിങ് അറ്റ് ദ എൻഡ് 0 ആണ്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, ഔട്ട്സ്റ്റാൻഡിങ് അറ്റ് ദ എൻഡ് 0യിൽ നിന്ന് റിവേഴ്സ് കാൽക്കുലേറ്റ് ചെയ്ത് വരാം. ഓക്കെ, അതിന് നമ്മൾ എന്ത് ചെയ്യണം, ഔട്ട്സ്റ്റാൻഡിങ് അറ്റ് ബിഗിനിങ് നമുക്ക് അറിയാത്തതാണ്. ഔട്ട്സ്റ്റാൻഡിങ് അറ്റ് ബിഗിനിങ് അറിയില്ല. ഓക്കെ, അറ്റ് ബിഗിൻ നമുക്ക് അറിയില്ല. ഇൻട്രസ്റ്റ് എമൗണ്ട് അറിയില്ല. ഔട്ട്സ്റ്റാൻഡിങ് ബിഫോർ പേയ്മെന്റ് എന്ന് പറഞ്ഞാൽ എന്താടാ, നമ്മൾ റിവേഴ്സ് കാൽക്കുലേറ്റ് ചെയ്യാണ്. ഇത് നിങ്ങൾ ടേബിൾ ആക്കി വരച്ചില്ലെങ്കിൽ നിങ്ങൾ മൈൻഡിൽ എന്ത് ചെയ്താൽ മതി, ഒരു പേപ്പറിലും പെണ്ണെടുക്കുന്ന മൈൻഡിൽ ഇങ്ങനെ റിവേഴ്സ് കാൽക്കുലേറ്റ് ചെയ്താലും ഇത് തന്നെ കിട്ടാം. നമ്മളൊന്ന് ടേബിൾ സ്ട്രക്ചർ ആക്കി വരക്കുന്നു എന്നുള്ളൂ. ഓക്കെ, ഇൻസ്റ്റാൾമെന്റ് എമൗണ്ട് ആൻഡ് ഔട്ട്സ്റ്റാൻഡിങ് അറ്റ് ദ എൻഡ് ഞാൻ പറഞ്ഞു, നമ്മൾ തിരിച്ച് കാൽക്കുലേറ്റ് ചെയ്യണം. അറ്റ് എൻഡ്, എൻഡിൽ എത്ര? 0 ആണ്. റൈറ്റ്, എൻഡിൽ 0 ആണ്. ഓക്കെ, ഇനി നമ്മൾ എന്ത് ചെയ്യുക, ക്യാഷ് പ്രൈസിലേക്ക് തിരിച്ചു വരിക. ഇൻസ്റ്റാൾമെന്റ് എമൗണ്ട് നമുക്ക് തന്നിട്ടുണ്ട്. ഫസ്റ്റ് ഇൻസ്റ്റാൾമെന്റ് എത്ര? ഫസ്റ്റ് ഇൻസ്റ്റാൾമെന്റ് 2,60,000 and 34,000. 3,40,000 and 4,72,000. Okay.
ഇനി സി ഈ 2,60,000 റുപ്പീസിൽ ഇൻസ്റ്റാൾമെന്റിനകത്ത് ഇൻട്രസ്റ്റ് പോർഷൻ ഉണ്ടാകും, പ്രിൻസിപ്പൽ പോർഷൻ ഉണ്ടാകും, അല്ലെ? നമ്മൾ പറഞ്ഞു ഇൻട്രസ്റ്റ് പോർഷൻ ഉണ്ടാകും, പ്രിൻസിപ്പൽ പോർഷൻ ഉണ്ടാകും. അപ്പൊ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ 2,60,000 നിന്ന് നമ്മുടെ ഇൻട്രസ്റ്റ് പോർഷനെ പറിച്ചെടുക്കണം. ഓക്കെ, ഇത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻട്രസ്റ്റും പ്രിൻസിപ്പളും ചേർത്തതാണ്. ഔട്ട്സ്റ്റാൻഡിങ് അറ്റ് ദ എൻഡ് 0 ആണ്. അപ്പൊ ഔട്ട്സ്റ്റാൻഡിങ് അറ്റ് ദ എൻഡ് എന്ന് പറയുമ്പോൾ ഇത് ഏത് ഇയർ ആയിരിക്കും? തേർഡ് ഇയർ ആയിരിക്കും, അല്ലെ? ഇത് ഏത് ഇയർ ആയിരിക്കും? സെക്കൻഡ് ഇയർ ആയിരിക്കും. ഇത് ഏത് ഇയർ ആയിരിക്കും? ഫസ്റ്റ് ഇയർ ആയിരിക്കും. നമ്മൾ എന്ത് ചെയ്യണം? റിവേഴ്സ് പോകാൻ പോകണം. നമ്മൾ ഇവിടുന്ന് 0 എന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. നേരത്തെ നമ്മൾ ഫസ്റ്റ് കേസിൽ നമ്മൾ എന്ത് സ്റ്റാർട്ട് ചെയ്തിരുന്നത്? ഫസ്റ്റിൽ നിന്നും ലാസ്റ്റിലേക്കാണ് പോയിരുന്നത്, അല്ലെ? ഇപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ഫസ്റ്റിൽ നിന്നും ലാസ്റ്റിലേക്കല്ല പോകുന്നത്, ലാസ്റ്റിൽ നിന്നും ഫസ്റ്റിലേക്ക് തിരിച്ചു പോകണം. കാരണം എന്താ? നമുക്കറിയാം ഔട്ട്സ്റ്റാൻഡിങ് അറ്റ് ദ എൻഡ് 0 ആയതുകൊണ്ട് നമുക്ക് റിവേഴ്സ് പോകാം. ഓക്കെ, ആ റിവേഴ്സ് പോകുമ്പോൾ ഇൻസ്റ്റാൾമെന്റ് എമൗണ്ട് കൊടുക്കുന്നതിന് തൊട്ട് മുന്നേ, ഇൻസ്റ്റാൾമെന്റ് എമൗണ്ട് കൊടുത്തോടുകൂടി അവസാനത്തെ മന്തിലെ അവസാനത്തെ ഇയറിൽ ഇൻസ്റ്റാൾമെന്റ് എമൗണ്ട് കൊടുത്തു കഴിഞ്ഞാൽ നമ്മളെ ബാലൻസ് എത്രയായി? 0 ആയി. ഓക്കെ, ആ 0 ആവാൻ കാരണം എന്താ? ലാസ്റ്റ് ഇയറിലുള്ള ഇൻസ്റ്റാൾമെന്റ് എമൗണ്ട് ആയ 2,60,000 റുപ്പീസ് കൊടുത്തോണ്ടാണ്. ഈ 2,60,000 ഇൻസ്റ്റാൾമെന്റ് എമൗണ്ടിൽ ആരൊക്കെ ഉണ്ടാവും? ഇൻട്രസ്റ്റ് പോർഷൻ ഉണ്ടാകും, പ്രിൻസിപ്പൽ എമൗണ്ട് ഉണ്ടാകും. ഇതിലെ ഇൻട്രസ്റ്റ് പോർഷനെ നമ്മൾ എടുക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? 2,60,000 ഡിവൈഡഡ് ബൈ ആരെ കൊണ്ട് ഡിവൈഡ് ചെയ്യണം? ചെറിയ മാത്തമാറ്റിക്സ് 108, അല്ലെ? 8% പെർ ആനം ആണ്, അല്ലെ? 108 ഇൻറ്റു ആരെ എന്ത് ചെയ്യണം? ഇൻറ്റു 8. ഇതെന്താ മനസ്സിലായടാ? ഇതെന്താ മനസ്സിലായോ? സിമ്പിൾ മാത്തമാറ്റിക്സ് അല്ലേ? അല്ല, തേർഡ് ഇൻസ്റ്റാൾമെന്റ്സ് 4,72,000 അല്ല, തിരിച്ച്. ഓക്കെ, റിവേഴ്സ്. ഇത് ഇയർ 3, പിന്നെ ഇയർ 2, പിന്നെ ഇയർ 1, ബാക്കോട്ട് വരും. ഓക്കെ, അപ്പൊ ഇൻട്രസ്റ്റ് പോർഷൻ എടുത്താൽ മനസ്സിലായോ? ഇൻസ്റ്റാൾമെന്റിനകത്ത് എന്തുണ്ടാവും? ഇൻട്രസ്റ്റ് ഉണ്ടാവും, പ്രിൻസിപ്പൽ എമൗണ്ട് ഉണ്ടാവും. ക്വസ്റ്റ്യനിൽ അങ്ങനെ ഞാൻ ഒന്നും എഴുതിയിട്ടില്ലല്ലോ. ഞാൻ ഇൻസ്റ്റാൾമെന്റ് ഒന്നും എഴുതിയിട്ടല്ലേ ഉള്ളൂ. ഞാൻ ഏത് ഇൻസ്റ്റാൾമെന്റ് ആണെന്ന് എഴുതിയിട്ടില്ലല്ലോ. ഇൻസ്റ്റാൾമെന്റ് എമൗണ്ട് അല്ലേ തന്നിട്ടുള്ളൂ, ഞാൻ ഏത് ഇയർ ആണെന്ന് പറഞ്ഞിട്ടില്ലല്ലോടാ. ആ ഓർഡർ നോക്കണ്ട. ഓക്കെ, ഇനി ഇൻട്രസ്റ്റ് പോർഷൻ എടുത്ത് മനസ്സിലായില്ലേ? ഇൻസ്റ്റാൾമെന്റ് എമൗണ്ട് ഇൻട്രസ്റ്റ് പോർഷൻ എങ്ങനെ എടുക്കണം? ബേസിക് മാത്തമാറ്റിക്സ്. ഇതിന്ന് എന്ത് ചെയ്യുക? ഇൻറ്റു 8ന് പകരം നമ്മൾ 100 കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? പ്രിൻസിപ്പൽ എമൗണ്ട് കിട്ടും. അതറിയില്ല, എല്ലാവർക്കും അറിയില്ലേ? കൺഫ്യൂഷൻ ഇല്ലല്ലോ? ഓക്കെ, അപ്പോൾ ഇൻട്രസ്റ്റ് എമൗണ്ട് കിട്ടി. 2,60,000 ഇൻട്രസ്റ്റ് എമൗണ്ട് ആയ 16,000 ഒഴിവാക്കി കഴിഞ്ഞാൽ ബാലൻസ് ആരുണ്ടാകും? പ്രിൻസിപ്പൽ എമൗണ്ട് ഉണ്ടാകും, അല്ലേ? ഔട്ട്സ്റ്റാൻഡിങ് അറ്റ് ദ ബിഗിനിങ്. അപ്പൊ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ എത്രയായിരിക്കും ബിഗിനിങ്ങിൽ ഉണ്ടാവുക? 2,60,000. മനസ്സിലായോ? അതായത് ഒരു എമൗണ്ട് നമ്മുടെ മുമ്പിൽ എക്സ് എന്ന് പറയുന്ന, അല്ലെങ്കിൽ എക്സ് വേണ്ട, അപ്പൊ കൺഫ്യൂഷൻ ആവും. ഏതോ ഒരു സംഖ്യ വന്ന് നിൽക്കുന്നുണ്ട്, ഒരു ബിഗിനിങ്. ഈ ബിഗിനിങ് അറിയില്ലേ? ഔട്ട്സ്റ്റാൻഡിങ് അറ്റ് അവസാനത്തെ മന്തിലേക്കുള്ള, അവസാനത്തെ ഇയറിലേക്കുള്ള സ്റ്റാർട്ടിങ്ങിലുള്ള ബിഗിനിങ് നിങ്ങൾക്ക് അറിയില്ല. ഏതോ ഒരു എമൗണ്ട് ഉണ്ട്. ആ എമൗണ്ടിന്റെ കൂടെ ഇൻട്രസ്റ്റ് എമൗണ്ട് 8% കൂട്ടിയതാണ് നിങ്ങൾക്ക് കിട്ടുന്ന ഇൻസ്റ്റാൾമെന്റ്. ഓക്കെ, അപ്പൊ നമ്മൾ തിരിച്ചിങ്ങോട്ട് പോവാണ്. ഓക്കെ, 0 ആയി. നമ്മൾ എന്ത് ചെയ്തു? ഇൻസ്റ്റാൾമെന്റ് കൊടുത്തോട് കൂടി നമ്മളെ ഹയർ പർച്ചേസ് 0 ആയി. 0 ആവാൻ കാരണം എന്താ? 2,16,000 രൂപ അവസാനം കൊടുത്തു. ഈ 2,16,000 കൊടുത്തതിൽ ഒരു ഇൻട്രസ്റ്റ് എമൗണ്ട് ഉണ്ട്. ആ ഇൻട്രസ്റ്റ് എമൗണ്ടിന് നമ്മൾ എന്ത് ചെയ്തു? കാൽക്കുലേറ്റ് ചെയ്തു, റിവേഴ്സ് കാൽക്കുലേറ്റ് ചെയ്ത് നമ്മൾ എന്ത് ചെയ്തു? ഇൻട്രസ്റ്റിനെ അതിന് വേർപ്പെടുത്തിയിട്ടു. 2,60,000 ഇൻട്രസ്റ്റ് എമൗണ്ടിനെ മാത്രം വേർപ്പെടുത്തിയെടുത്തു. 16,000 റിവേഴ്സ് ചെയ്തപ്പോൾ നമുക്ക് എന്ത് ചെയ്തു? ഇൻട്രസ്റ്റ് പോർഷൻ മാത്രം കിട്ടി. അപ്പോൾ ഇൻസ്റ്റാൾമെന്റിന് ഇൻട്രസ്റ്റ് പോർഷൻ കുറച്ച് കഴിഞ്ഞാൽ ബാലൻസ് എത്ര ഉണ്ടായിട്ടുണ്ടാവും? ആ ഇയർ സ്റ്റാർട്ട് ചെയ്തപ്പോൾ എത്ര ഉണ്ടാവും? 2 lakh rupees ഉണ്ടാവും. 2 lakh rupeesലേക്ക് 60,000 ആഡ് ചെയ്തിട്ടല്ലേ ഇൻസ്റ്റാൾമെന്റ് 2,60,000 കൊടുത്ത്. അപ്പൊ ഔട്ട്സ്റ്റാൻഡിങ് ബിഫോർ പേയ്മെന്റിന് മുന്നേ നമ്മുടെ കയ്യിൽ എത്ര ഉണ്ടായിരുന്നു കൊടുക്കാൻ? 2,60,000 ഉണ്ടായിരുന്നു. ഓക്കെ, ഈ എമൗണ്ട്, ഈ ഇൻസ്റ്റാൾമെന്റ് എമൗണ്ട് കൊടുക്കുന്നതിന് മുന്നേ നമ്മുടെ കയ്യിൽ എത്ര ഉണ്ട്? ഇൻട്രസ്റ്റും പ്രിൻസിപ്പളും കൂടി ചേർത്തിട്ടുള്ള ബാലൻസ് കൊടുക്കാൻ എത്ര ഉണ്ട്? 2,60,000 ഉണ്ട്. ഓക്കെ, ഇനി അടുത്ത ഇയറിലേക്ക് വരുമ്പോൾ 3,40,000 ആണ് നമ്മൾ എന്ത് ചെയ്യാറുള്ളത്? അടുത്ത വർഷം സെക്കൻഡ് ഇയറിൽ ബാക്കിലോട്ടാണ് പോണേ. തേർഡ് ഇയറിന് ഫസ്റ്റ് ഇയറിലേക്കാണ് പോണേ.
അപ്പോൾ സെക്കൻഡ് ഇയറിൽ നമ്മൾ എത്ര കൊടുത്തത് ഇൻസ്റ്റാൾമെന്റ് 3,40,000. ഈ 3,40,000 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഏതൊക്കെ ഉൾപ്പെട്ടാടാ? ഈ 2 lakhും ചിന്തിക്കണേ, ഈ 2 lakhും ഈ 3 lakhും അല്ലെ, 3,40,000 കൂടി ചേർത്ത് എത്രയായി? 5,40,000 ആയി. കൺഫ്യൂഷൻ ആയോ? ഓക്കെ. ഇനി ഈ 5,40,000 നിന്നും നമ്മൾ എന്ത് ചെയ്യണം? ഇൻട്രസ്റ്റ് പോർഷൻ മാത്രം എടുക്കണം. 108 into 8. അപ്പൊ എത്ര വരും? 40,000 rupees വരും. ഓക്കെ അല്ലേ? 5,40,000 നിന്ന് 40,000 കുറച്ച് കഴിഞ്ഞാൽ ബാലൻസ് എത്ര ഉണ്ടാവും? 5 lakh rupees ഉണ്ടാവും. പെർഫെക്റ്റ്. അടുത്ത ഇയർ ആവുമ്പോഴോ എത്രയായി? മനസ്സിലാവണ്ടാ? നെക്സ്റ്റ് ഇയർ എത്ര ഉണ്ടാവും അങ്ങനെയാണെങ്കിൽ ബാലൻസ്? മനസ്സിലായിട്ടില്ലേ? ഇത്ര ഡീപ്പായി പറയണ്ടാവോ? ഡീപ്പായി ഒറ്റ കേസേ പറയല്ലടാ, ഇനിയുള്ളതൊന്നും ഡീപ്പായി പറയില്ല. സ്പീഡ് പറഞ്ഞോ, കാരണം ഇത് എല്ലാവർക്കും ഡൗട്ട് ഉണ്ടാകും. 9,72,000 അല്ലല്ലോ വരിക. അങ്ങനെ 9,72,000 വരിക? 9,72,000 വരിക ആണ്. ഓക്കെ 9,72,000. ഓക്കെ, അപ്പോ $9,72,000 9,72,000 divided by 108 into 8. ഇൻട്രസ്റ്റ് പോർഷൻ കിട്ടിയ 4,72,000 എന്ന്. ഓക്കെ അല്ലടാ? ഓക്കെ, അപ്പോൾ ബാലൻസ് എത്ര ഉണ്ടാവും? 72,000 എമൗണ്ട് കുറച്ച് കഴിഞ്ഞാൽ 9 lakh rupees അല്ലേ? 9,72,000 ഇൻട്രസ്റ്റ് എമൗണ്ട് കുറച്ച് കഴിഞ്ഞാൽ 9 lakh rupees. ഓക്കെ, അപ്പോൾ ഇവിടെ ഹയർ പർച്ചേസ് പ്രൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രയായിരിക്കും? ഹയർ പർച്ചേസ് പ്രൈസ് അല്ലെങ്കിൽ ക്യാഷ് പ്രൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രയായിരിക്കും? ക്യാഷ് പ്രൈസ് എന്ന് പറഞ്ഞാൽ എത്രയായിരിക്കും? 9 lakh ഔട്ട്സ്റ്റാൻഡിങ് അറ്റ് ദ ബിഗിനിങ്. ഇപ്പൊ നമ്മൾ ബിഗിനിങ്ങിലേക്ക് എത്തി. നേരത്തെ നമ്മൾ എങ്ങനെ ചെയ്തിരുന്നത്? ഈ 9 lakh തിരിച്ച് അങ്ങോട്ട് പോയതായിരുന്നു. ഇപ്പൊ നമ്മൾ എന്ത് ചെയ്തു? 0th ഇയർ, ഐ മീൻ 3rd ഇയറിൽ നമ്മൾ എന്ത് ചെയ്തു? തിരിച്ച് ഫസ്റ്റ് ഇയറിലേക്ക് തിരിച്ചു വന്നു. അപ്പൊ നമ്മൾ ഫസ്റ്റ് ഇയറിൽ കൊടുക്കാണ്ടായിരുന്ന ഔട്ട്സ്റ്റാൻഡിങ് അറ്റ് ദ ബിഗിനിങ് അറ്റ് ദ ഫസ്റ്റ് ഇയർ എത്രടാ? 9 lakh rupees ആണ്. ഈ 9 lakhന്റെ കൂടെ നമ്മൾ ഒന്നും കൂടി കൂട്ടിയിട്ടുണ്ട്. ആ ഇയർ ഏതാ? 50,000 rupees കൂടി കൊടുത്തിട്ടുണ്ട്. ഓക്കെ, 9,50,000 ഡൗൺ. യെസ്. അപ്പോൾ ടോട്ടൽ എത്രയായി? ക്യാഷ് പ്രൈസ് ഈസ് ഈക്വൽ ടു 9 lakh plus 50,000. ഇതാണ് ഒരു കേസ്. ഓക്കെ, അപ്പോൾ റിവേഴ്സ് കാൽക്കുലേറ്റ് ചെയ്യാൻ പഠിച്ചു. ഫസ്റ്റ് നേരെ ഇയർ 1 നിന്ന് 3rd പോകാൻ പഠിച്ചു. ഇയർ 3rd നിന്ന് 1 പോകാൻ പഠിച്ചു. ഓക്കെ അല്ലേ? റെഡി? ഡീപ്പായിട്ട് പോകണ്ടെന്ന് പറയുന്നു, സ്പീഡ് പോകണ്ട. ശരി. ഇത്ര ഉള്ളടാ. ഇത് ഈ ഒരു സാധനം മനസ്സിലാക്കി കഴിഞ്ഞാൽ എല്ലാവർക്കും ഇനി അങ്ങോട്ടുള്ളതൊക്കെ ഈസി ആയിരിക്കും. ഇനി അങ്ങോട്ടുള്ള ഒന്നുമില്ല. ഓക്കെ, അപ്പോൾ ഈ 2 സ്കീം പഠിച്ചില്ലേ? നേരെ ജേണൽ എൻട്രിക്ക് പോവാം നിങ്ങൾക്ക്. ഓക്കെ ആണെങ്കിൽ അപ്പോൾ ഞാൻ പറഞ്ഞു, ഹയർ പർച്ചേസിൽ ആരുണ്ട്? ഹയർ പർച്ചേസ് ചെയ്യുന്ന ആളുണ്ട് അല്ലെ? ഹയർ പർച്ചേസർ കേസിൽ നമുക്ക് ജേണൽ എൻട്രീസിലേക്ക് പോകാം. ഇപ്പൊ 2 സ്കീം പഠിച്ചില്ലേ? 2 സ്കീമിൽ എങ്ങനെയാണ് ബാലൻസ് ചെയ്യാന്നുള്ള പഠിച്ചില്ലേ? എങ്ങനെയാണ് ഇൻട്രസ്റ്റ് എമൗണ്ട് കിട്ടുക, എങ്ങനെയാണ് ഇൻസ്റ്റാൾമെന്റ് എമൗണ്ട് കിട്ടുക, എങ്ങനെയാണ് ഡൗൺ പേയ്മെന്റ് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാന്നുള്ള പഠിച്ചില്ലേ? റിവേഴ്സ് കാൽക്കുലേറ്റ് ചെയ്യാൻ പഠിച്ചു, നമ്മൾ നേരെ കാൽക്കുലേറ്റ് ചെയ്യാൻ പഠിച്ചു. ഇനി 2 കേസും കൂടി ഉണ്ട്. കുറച്ച് സ്പീഡ് പോകുന്നതുകൊണ്ട് നമ്മളതൊന്ന് ജസ്റ്റ് മാറ്റി വെച്ചിട്ടുണ്ട്. ഓക്കെ, റെഡി?
ജേണൽ എൻട്രിക്ക് പോവാം. ഞാൻ പറഞ്ഞു ആദ്യം പഠിക്കാനുള്ളത് ഈ പറഞ്ഞ ടേംസ് ആണ്. നമ്മൾ പറഞ്ഞ ക്യാഷ് പ്രൈസ് എന്താണ്, ഹയർ പർച്ചേസ് എന്തോ പറയുന്നുണ്ടല്ലോ. ഓക്കെ, ഈ പറഞ്ഞ ടേംസ് ആണ്. ക്യാഷ് പ്രൈസ് എന്താ, ജേണൽ ഹയർ പർച്ചേസ് എമൗണ്ട് എന്താ, ഡൗൺ പേയ്മെന്റ് എന്താ, ഈ ടേംസ് ആണ്. രണ്ടാമത് പഠിക്കാനുള്ളത് ഈ ടേബിൾ ഉണ്ടാക്കാൻ. അപ്പൊ നമ്മൾ പഠിച്ച ഈ ടേബിൾ ഉണ്ടാക്കാൻ നമ്മൾ രണ്ട് കേസിൽ ടേബിൾ ഉണ്ടാക്കി. ഒന്ന് നോർമലി ഉണ്ടാക്കി, ഒന്ന് റിവേഴ്സ് ചെയ്ത് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ എന്താ, ഇതാണ് ഒരു രണ്ട് കുറച്ചും കൂടി ഒരു ബുദ്ധിമുട്ടുള്ള ഒരു കേസ് വരും. ഇനി ഒരു ടേബിളും കൂടി ഉണ്ടാക്കാൻ പഠിക്കാണ്ട്, അതായത് ഒരു പ്രസന്റ് വാല്യൂ കാൽക്കുലേഷനുള്ള ഒരു ടേബിളും കൂടി നിങ്ങൾ ക്വസ്റ്റ്യനിൽ എവിടെയെങ്കിലും വരുമ്പോൾ നിങ്ങൾ മനസ്സിലാവും. ഒരു പ്രസന്റ് വാല്യൂ കാൽക്കുലേഷനിൽ ഒരു ടേബിളും കൂടി ഉണ്ടാക്കാനുള്ള ഒരു മെത്തേഡ് കൂടി പഠിക്കാണ്ട്. ഇനി വേറെ നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, മെത്തേഡ് ചോദിക്കാം. ഇപ്പൊ നമ്മളോട് എന്ത് ചെയ്തു, ഡൗൺ പേയ്മെന്റ് തന്നിട്ട് ഡൗൺ പേയ്മെന്റ് മാത്രം തന്നിട്ട് നമ്മൾ ക്യാഷ് പ്രൈസ് കണ്ടുപിടിക്കാന്ന് പറഞ്ഞു. ഇനി നേരെ മറിച്ചും കോമ്പിനേഷൻസ് എന്ത് ചെയ്യാം, നമുക്ക് നോക്കാം. 4ഉം 5ഉം കോമ്പിനേഷൻ കാണുന്നുണ്ടെങ്കിൽ ഉണ്ടാക്കാം. ഒന്ന് മാത്രം തന്നിട്ട് അടുത്ത വാല്യൂ കണ്ടുപിടിക്കാൻ. അല്ലെങ്കിൽ എങ്ങനെയാണ് നിങ്ങൾ എന്ത് ചെയ്യുക, ഈ ടേബിൾ ഉണ്ടാക്കി നോക്കിയിട്ട് ഒന്നെങ്കിൽ നിങ്ങൾക്ക് റിവേഴ്സിൽ കാൽക്കുലേറ്റ് ചെയ്യാനായിരിക്കും, അല്ലെങ്കിൽ നിങ്ങൾ നേരെ കാൽക്കുലേറ്റ് ചെയ്യായിരിക്കും. ഇത് രണ്ടും അല്ലാതെ മൂന്നാമതൊരു കേസ് വരാൻ പോകുന്നത് ഒറ്റൊന്നേ ഉള്ളൂ, പ്രസന്റ് വാല്യൂ കാൽക്കുലേഷൻ വരുന്ന കേസാണ്. നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്യുന്നില്ല, കുറച്ച് സ്പീഡ് പോകുന്നുണ്ട്. ഓക്കെ, പ്രസന്റ് വാല്യൂ കാൽക്കുലേഷനിലെ ഒരു കേസും കൂടി ഉണ്ട്, നിങ്ങളൊന്ന് നോക്കുക. ഓക്കെ, മറ്റേ ബാക്കി ഇനി എന്ത് കോമ്പിനേഷൻ വന്നാലും നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഒന്നിന്റെ റിവേഴ്സിൽ എടുത്ത് കാൽക്കുലേറ്റ് ചെയ്യാം, അല്ലെങ്കിൽ നേരെ വന്നിട്ടുള്ള കാൽക്കുലേഷൻ ആയിരിക്കും. രണ്ടാലും ഒന്നല്ലേ ആയിരിക്കും. അപ്പൊ 3-4 കോമ്പിനേഷൻസ് എന്ത് ചെയ്യാം, ഇതിൽ പോസിബിൾ ആണ്. അപ്പൊ ആദ്യം ഈ ടേംസ് ഒക്കെ ഒന്ന് മനസ്സിലാക്കി എടുക്കുക. ഈ ടേംസ് കൊണ്ട് എന്താ ഉദ്ദേശിക്കുന്നത് മനസ്സിലാക്കുക. രണ്ടാമത് ഈ ടേബിൾ ഉണ്ടാക്കാൻ പഠിക്കുക. മൂന്നാമത് ഇതിനെ എന്ത് ചെയ്യുക, ജേണൽ എൻട്രി ആക്കി മാറ്റുക. ജേണൽ എൻട്രി ആക്കുമ്പോൾ സിമ്പിൾ ആണ്. ഓക്കെ, നമ്മൾ ആദ്യം ഹയർ പർച്ചേസർ ബുക്കിൽ എന്താണുള്ളത് ജേണൽ എൻട്രി നോക്കാം. ഹയർ പർച്ചേസറെ സംബന്ധിച്ചിടത്തോളം ക്യാഷിൽ എന്ത് ചെയ്യാണ്, അസറ്റ് പർച്ചേസ് ചെയ്യാണ് അല്ലെ. അസറ്റ് പർച്ചേസ് ചെയ്യുമ്പോൾ സ്വാഭാവികമായും നമ്മൾ എന്ത് ചെയ്യും, അസറ്റിനെ ഡെബിറ്റ് ചെയ്യും. ഓക്കെ, ഞാൻ പറഞ്ഞു ജേണൽ എൻട്രി ഭയങ്കര ഈസിയാണ്. നിങ്ങൾക്ക് എനിക്ക് തോന്നുന്നു കുറച്ചും കൂടി കുട്ടികൾ നിങ്ങൾക്കൊക്കെ ബുദ്ധിമുട്ടായി വരാൻ സാധ്യത ഉണ്ടായിരുന്ന സ്കീം നേരത്തെ പഠിച്ച കേസാണ്. അതായത് ആ ടേബിൾ ക്രിയേറ്റ് ചെയ്യുന്നതും അല്ലെങ്കിൽ ഡൗൺ പേയ്മെന്റ് ഏതാണ് കണ്ടുപിടിക്കുന്നതും ഒക്കെ ആയിരിക്കും കുറച്ചൊരു ബുദ്ധിമുട്ടുണ്ടാവുക. ജേണൽ എൻട്രി ഭയങ്കര ഈസി ആയിരിക്കും. ഓക്കെ, ജേണൽ എൻട്രി പ്രത്യേകിച്ച് ഒന്നുമില്ല. അപ്പോൾ അസറ്റ് പർച്ചേസ് ചെയ്യണം, ഹയർ പർച്ചേസിൽ അസറ്റ് പർച്ചേസ് ചെയ്യുന്ന ഹയർ പർച്ചേസർ ബുക്കിൽ എന്തായിരിക്കും വേണം, സ്വാഭാവികമായും ആദ്യം എൻട്രി വരിക അസറ്റ് അക്കൗണ്ട് ഡെബിറ്റ് ടു ഹയർ വെണ്ടർ അല്ലെ. അസറ്റിന് നമ്മൾ എന്ത് ചെയ്യണം, കൂട്ടണം. അസറ്റിന് കൂട്ടണം നമ്മൾ എന്ത് ചെയ്യണം, അസറ്റിനെ ഡെബിറ്റ് ചെയ്യണം അല്ലെ. നേരെ മറിച്ച് ആരെ നമ്മൾ അതിന് പകരം ബുക്സിലേക്ക് ആരെ കൊണ്ടുവരണം, ഹയർ വെണ്ടറെ കൊണ്ടുവരണം. ഹയർ വെണ്ടർ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ആരാണോ ഹയർ പർച്ചേസിൽ സാധനം തരുന്നത് അയാൾ നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ സാധനം ക്രെഡിറ്റിൽ തന്നാലും നമ്മൾ ക്രെഡിറ്റ് ചെയ്യും അല്ലെ. അതേപോലെ ഇവിടെ നമുക്ക് ആരെ ക്രെഡിറ്റിൽ തരുന്നത്, ഹയർ വെണ്ടർ ആണ്. ഇവിടെ ഹയർ എന്നുള്ളതിന് പകരം നിങ്ങൾ ഒരു സാധനം ഇങ്ങനെ ആലോചിച്ചാൽ മതി. നിങ്ങളൊരു ജേണൽ എൻട്രി നിങ്ങളൊരു ക്രെഡിറ്റിൽ ഒരു സാധനം വാങ്ങുന്ന പോലെ ജേണൽ എൻട്രി ആലോചിച്ചാലും ഹയർ പർച്ചേസിലെ ജേണൽ എൻട്രി നിങ്ങൾ സിമ്പിൾ ആയിട്ട് കിട്ടും. ഓക്കെ, നിങ്ങളൊരു സാധനം ക്രെഡിറ്റിൽ പർച്ചേസ് ചെയ്യുമ്പോൾ നിങ്ങൾ എന്തായിരിക്കും ഇടുക, അസറ്റ് അക്കൗണ്ട്, അല്ലെങ്കിൽ നിങ്ങളൊരു സാധനം വാട്ടെവർ വാങ്ങുന്ന സമയത്ത് അസറ്റ് അക്കൗണ്ട് ഡെബിറ്റ് ടു ഹയർ വെണ്ടറിന് പകരം നിങ്ങളൊരു വെണ്ടർ അല്ലെങ്കിൽ ക്രെഡിറ്റർ അക്കൗണ്ട് എന്നായിരിക്കും പോസ്റ്റ് ചെയ്യുക അല്ലെ. ഇവിടെ എന്ത് ചെയ്തു, ക്രെഡിറ്റർക്ക് പകരം നമ്മൾ ആരെ കൊണ്ടുവന്നു, ഹയർ എന്നുള്ള ടേം കൊണ്ടുവന്നു, ഹയർ വെണ്ടർ എന്നാക്കി കൊടുത്തു, അത്രേ ഉള്ളൂ. ഓക്കെ, അപ്പൊ അസറ്റ് പർച്ചേസ് ചെയ്യുമ്പോൾ ഹയർ പർച്ചേസർ ബുക്കിൽ വരുന്ന എൻട്രി എന്താ, അസറ്റ് അക്കൗണ്ട് ഡെബിറ്റ് ടു ഹയർ വെണ്ടർ അക്കൗണ്ട്. ഇനി ആദ്യത്തെ പേയ്മെന്റ് എടുക്കുമ്പോൾ എന്തായിരിക്കും, ബാങ്കിൽ നിന്ന് പൈസ പോകണം. അപ്പൊ ബാങ്കിന് എന്ത് ചെയ്യണം, ക്രെഡിറ്റ് ചെയ്യണം ടു ബാങ്ക് അക്കൗണ്ട്. ആർക്കാണ് പൈസ കൊടുക്കുന്നത്, ഹയർ വെണ്ടർക്ക്. അപ്പൊ ഡൗൺ പേയ്മെന്റ് എന്താ, ഹയർ വെണ്ടർ അക്കൗണ്ട് ടു ബാങ്ക് അക്കൗണ്ട്. ഓക്കെ ഓക്കെ അല്ലേ. ഇനി ഇയർലി ഞാൻ പറഞ്ഞു, ഇയർലി അല്ലെങ്കിൽ മന്ത്ലി അല്ലെങ്കിൽ ഏത് എമൗണ്ട് ടേം എന്താണോ തന്നത്, IMI ഇൻസ്റ്റാൾമെന്റ് ടേം എന്താണോ തന്നത്, ചിലപ്പോൾ മന്ത്ലി ആയിരിക്കും, ചിലപ്പോൾ ഇയർലി ആയിരിക്കും. എപ്പോഴായാലും നമുക്ക് എന്താവും, ഇൻട്രസ്റ്റ് അക്രൂ ആവും. ഇൻട്രസ്റ്റ് എന്തെങ്കിലും അക്രൂ ആവുക, ഔട്ട്സ്റ്റാൻഡിംഗ് ബാലൻസ് എത്രയാണോ ആ ബാലൻസും എന്ത് ചെയ്യണം, ഇൻട്രസ്റ്റ് റേറ്റ് കൊണ്ട് ഇൻറ്റു ചെയ്ത് കഴിഞ്ഞാൽ ഇൻട്രസ്റ്റ് എമൗണ്ട് എന്തായാലും അക്രൂ ആവും. അപ്പൊ നമുക്ക് എന്തായിരിക്കും ഇൻട്രസ്റ്റിന്റെ എൻട്രി, ഇൻട്രസ്റ്റ് ഓൺ ഹയർ പർച്ചേസർ അക്കൗണ്ട് ഡെബിറ്റ് ടു ഹയർ വെണ്ടർ അക്കൗണ്ട് അല്ലെ. ഇൻട്രസ്റ്റ് എന്താണ്, എക്സ്പെൻസ് ആണ്. എക്സ്പെൻസിനെ ബുക്ക് ചെയ്യണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, എക്സ്പെൻസിന് ഡെബിറ്റ് ചെയ്യണം. എക്സ്പെൻസിനെ എങ്ങനെയാണ് ഡെബിറ്റ് ചെയ്യുന്നത്, ആരുടെ പേരിലാണ് ഡെബിറ്റ് ചെയ്യുന്നത്, ഹയർ വെണ്ടർ നമ്മുടെ ക്രെഡിറ്റുള്ള പേരിലാണ്. അപ്പൊ എന്തായിരിക്കും ജേണൽ എൻട്രി വരിക, ഇൻട്രസ്റ്റ് ഓൺ ഹയർ പർച്ചേസ്. നോർമൽ ഇൻട്രസ്റ്റിന്റെ അക്കൗണ്ട്, നോർമൽ ഒരു ഇൻട്രസ്റ്റ് ബുക്ക് ചെയ്യുമ്പോൾ നമ്മൾ എന്താ ഇടുക, ഇൻട്രസ്റ്റ് അക്കൗണ്ട് ഡെബിറ്റ് ടു ആരുടെ പേരിലാണ് ക്രെഡിറ്റ് ചെയ്യുന്നത് അയാളുടെ പേരിലേക്ക് ക്രെഡിറ്റ് ചെയ്യും അല്ലെ. ഇവിടെ നോർമൽ ഇൻട്രസ്റ്റിന്റെ കൂടെ എന്ത് ചെയ്യുക, ഇൻട്രസ്റ്റ് ഓൺ ഹയർ പർച്ചേസ്, പേര് മാറ്റി, അത്രേ ഉള്ളൂ. ഇൻട്രസ്റ്റ് ഓൺ ഹയർ പർച്ചേസ് അക്കൗണ്ട് ഡെബിറ്റ് ടു ഹയർ വെണ്ടർ അക്കൗണ്ട്. ഇനി ഇതെന്താണ്, ഇൻട്രസ്റ്റ് അക്രൂ ആവുന്ന എമൗണ്ട് ആണ്. ഇപ്പൊ ഇൻട്രസ്റ്റ് അക്രൂ ആയി, നമ്മൾ എന്ത് ചെയ്യണം, ഇയർ എൻഡ് ആവുമ്പോൾ, മന്ത് എൻഡ് ആവുമ്പോൾ, വീക്കെൻഡ് ആവുമ്പോൾ, എപ്പോഴാണോ ഇൻസ്റ്റാൾമെന്റ് കൊടുക്കുന്നത് ആ സമയത്ത് നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും, ഇൻസ്റ്റാൾമെന്റ് പേ ചെയ്യേണ്ടി വരും. ഇൻസ്റ്റാൾമെന്റ് പേ ചെയ്യുമ്പോൾ എവിടുന്ന പൈസ പോവാ, ബാങ്കിൽ നിന്ന് പേ ചെയ്യും അല്ലെ. ബാങ്കിൽ നിന്ന് പേ അല്ലെങ്കിൽ ബാങ്ക് അല്ലെങ്കിൽ ചിലപ്പോൾ ക്യാഷ് ആണെങ്കിൽ ടു ക്യാഷ്. ഓക്കെ,
ക്വസ്റ്റ്യനിൽ എന്താണ് പറഞ്ഞത് അതേപോലെ. അപ്പൊ ബാങ്ക് എന്നാണെന്ന് വിചാരിച്ചു. അങ്ങനെയാണെങ്കിലോ ബാങ്കിന് ക്രെഡിറ്റ് ചെയ്യണം. ആർക്കാ പൈസ കൊടുക്കുന്നത്? ഹയർ വെണ്ടർക്ക്. അപ്പൊ എന്തായിരിക്കും ചെയ്യേണ്ടി വരിക? ഹയർ വെണ്ടർ അക്കൗണ്ട് ഡെബിറ്റ് ടു ബാങ്ക് അക്കൗണ്ട്. ഇനി നമ്മുടെ കയ്യിലുള്ള അസറ്റ് ഉണ്ടല്ലോ, നമ്മൾ ഹയർ പർച്ചേസിൽ പർച്ചേസ് ചെയ്ത അസറ്റ് ഉണ്ടല്ലോ, അതിന് നമ്മൾ ബുക്സിൽ നമ്മൾ എന്ത് ചെയ്യണം? ഇമ്പോർട്ടന്റ് ആണ്, നോക്കണേ. നിങ്ങൾ ഈ എൻട്രി മിസ് ചെയ്യരുത്. നിങ്ങൾ എന്ത് ചെയ്യണം? ഡിപ്രീഷിയേറ്റ് ചെയ്യണം. ഓക്കെ, ഇയർലി നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾ ഹയർ പർച്ചേസിൽ വാങ്ങിയ അസറ്റിന് നിങ്ങൾ എന്ത് ചെയ്യണം? ഡിപ്രീഷിയേറ്റ് ചെയ്യണം. ഡിപ്രീഷിയേറ്റ് ചെയ്യുമ്പോൾ എൻട്രി ഡിപ്രീസിയേഷൻ അക്കൗണ്ട്, അസറ്റ് അക്കൗണ്ട്. സിമ്പിൾ അല്ലേ? അവസാനം എന്ത് ചെയ്യുക? എല്ലാത്തിനും കൊണ്ടിട്ട് ഇൻട്രസ്റ്റിനെയും ഡിപ്രീസിയേഷനും എന്ത് ചെയ്യുക? പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലേക്ക് റൈറ്റ് ഓഫ് ചെയ്യുക. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഡെബിറ്റ് ടു ഇൻട്രസ്റ്റ് അക്കൗണ്ട് ഓർ ടു ഡിപ്രീസിയേഷൻ അക്കൗണ്ട്. ഇത്രയേ ഉള്ളൂ ആരെ ബുക്കില്? ഹയർ പർച്ചേസർ ബുക്കിൽ. ഇതിനെന്ത് ചെയ്യുക? ജേർണൽ എൻട്രി ഫോമിലേക്ക് നമ്മൾ എന്ത് ചെയ്തു? ലെഡ്ജർ ആക്കി മാറ്റി. ലെഡ്ജർ ആക്കി മാറ്റുമ്പോൾ എന്താ? ഹയർ വെണ്ടർ അക്കൗണ്ട് ഉണ്ടാവും. ഹയർ വെണ്ടർ അക്കൗണ്ടിൽ ആരുണ്ടാവും? അസറ്റ് വന്നിട്ടുണ്ടാവും അല്ലെ? ബൈ അസറ്റ്സ്. അസറ്റ് വന്നു, അതിന്റെ കൂടെ ആര് വന്നു? അസറ്റിലേക്കുള്ള ഇൻട്രസ്റ്റ് എമൗണ്ട് കൊടുക്കുന്ന, ഐ മീൻ ഇൻസ്റ്റാൾമെന്റ് എമൗണ്ട് കൊടുക്കുന്ന ഇൻട്രസ്റ്റ് പോർഷൻ എന്ത് ഉണ്ടാവും? ബുക്ക് ചെയ്തിട്ടുണ്ടാവും. ഇൻട്രസ്റ്റ് ഓൺ ഹയർ പർച്ചേസ് അക്കൗണ്ട് അല്ലെ? ഇൻട്രസ്റ്റ് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാൻ ഞാൻ പറഞ്ഞു. അസറ്റ് എന്ന് ഇവിടെ ഉദ്ദേശിച്ചത് എന്താ? ക്യാഷ് പ്രൈസ് എത്രയാണോ ആ ക്യാഷ് പ്രൈസ് മൈനസ് ഡൗൺ പേയ്മെന്റ് ഇൻറ്റു ഇൻട്രസ്റ്റ് റേറ്റ്. നമ്മൾ ആ ടേബിളിൽ ചെയ്തപ്പോൾ നമ്മൾ എന്ത് ചെയ്തു? കാൽക്കുലേറ്റ് ചെയ്തു. അവസാനം എന്ത് ചെയ്യുക? ഡൗൺ പേയ്മെന്റ് കൊടുക്കുന്ന സമയത്ത് ബാങ്ക്, ഇൻസ്റ്റാൾമെന്റ് കൊടുക്കുന്ന സമയത്ത് ടു ബാങ്ക്. ലെഡ്ജർ ഉണ്ടാക്കാൻ അറിയില്ലേ? അവസാനം എന്ത് ചെയ്യുക? ബാലൻസ് എന്ത് ചെയ്യുക? എത്ര വെച്ചെങ്കിൽ അടുത്ത വർഷത്തേക്ക് എന്ത് ചെയ്യും? ക്യാരി ഫോർവേഡ് എന്ത് വരും? അടുത്ത വർഷം ഇതേ സ്കീം ചെയ്യുക. അടുത്ത വർഷം ഇതേ സ്കീം ചെയ്യുക. ഇത് ചെയ്ത് അങ്ങനെ പോകുമ്പോൾ ഏത് ഇയറിലാണോ ഹയർ പർച്ചേസ് എൻഡ് ആവുന്നത് അതുവരെ നമ്മൾ എന്ത് ചെയ്യുക? ലെഡ്ജർ ക്രിയേറ്റ് ചെയ്യുക. ചിലപ്പോൾ ലെഡ്ജർ ക്രിയേറ്റ് ചെയ്യാൻ ഡയറക്റ്റ് ചോദിക്കാം. ചിലപ്പോൾ എന്ത് ചെയ്യാം? ജേർണൽ എൻട്രി എഴുതാൻ ഡയറക്റ്റ് ചോദിക്കാം. എന്തിനാണെങ്കിലും നമ്മൾ ആദ്യം എന്ത് ചെയ്യണം? ആ ടേബിൾ ഉണ്ടാക്കി നോക്കിയിട്ട് ഇൻട്രസ്റ്റ് എമൗണ്ട് എത്ര വരിക എന്നുള്ളത് മനസ്സിലാക്കണം. ഇൻസ്റ്റാൾമെന്റ് എമൗണ്ട് എത്ര വരിക എന്നുള്ളത് മനസ്സിലാക്കണം. അതുണ്ടാക്കി കഴിഞ്ഞാൽ പിന്നെ എൻട്രി ഇടാൻ സിമ്പിൾ. ഓക്കെ, അവസാനം അസറ്റ് അക്കൗണ്ടിൽ എന്താ ഉണ്ടാവുക? അസറ്റ് അക്കൗണ്ടിൽ ഒന്നും ഉണ്ടാവില്ല. അസറ്റ് വന്നിട്ടുണ്ടാവും. ഓരോ ഇയറിലും എന്ത് ചെയ്യുന്നുണ്ടാവും? ഡിപ്രീഷിയേറ്റ് ചെയ്തിട്ടുണ്ടാവും. ബാലൻസ് ക്യാരി ഫോർവേഡ് ചെയ്തിട്ടുണ്ടാവും. അടുത്ത ഇയറിൽ ബാലൻസ് എടുക്കും, ഡിപ്രീഷിയേറ്റ് ചെയ്യും, ബാലൻസ് ക്യാരി ഫോർവേഡ് ചെയ്യും. എത്ര വർഷത്തേക്കാണോ അസറ്റ് നിൽക്കുന്നത് അത്രയും ഈ അസറ്റിന്റെ ലൈഫ് വരെ എന്ത് ചെയ്യുക? ഡിപ്രീഷിയേറ്റ് ചെയ്യാം. ഓക്കെ, ഹയർ പർച്ചേസറിൽ പിന്നെ എന്തുണ്ടാവുക? ഇൻട്രസ്റ്റ് അക്കൗണ്ട് ഒന്ന് മാറ്റി. ഇൻട്രസ്റ്റ് അക്കൗണ്ടിൽ എന്ത് ചെയ്യും? ഇൻട്രസ്റ്റ് അക്കൗണ്ട് ഡെബിറ്റ് ചെയ്യുന്നു. എല്ലാ വർഷവും എന്ത് ചെയ്യുന്നു? പി ആൻഡ് എല്ലിലേക്ക് റൈറ്റ് ഓഫ് ചെയ്യുന്നു. പി ആൻഡ് എൽ ഡിപ്രീസിയേഷനും അതേപോലെ തന്നെ എല്ലാ വർഷവും എന്ത് ചെയ്യുന്നു? അസറ്റ് നിന്ന് ഒഴിവാക്കുന്നു. അതെന്ത് ചെയ്യുന്നു? പി ആൻഡ് എല്ലിലേക്ക് റൈറ്റ് ഓഫ് ചെയ്ത് കളയുന്നു. ഇത് രണ്ടും മറ്റേ മേലിട്ട ലെഡ്ജറിൽ നിന്ന് മാറ്റിയെടുത്ത് എഴുതി വെച്ചു എന്നുള്ളൂ. ഓക്കെ, ഓക്കെ അല്ലേടാ? ജേർണൽ എൻട്രീസ് ഓക്കെ അല്ലേ? ഒറ്റ പ്രോബ്ലം ചെയ്താൽ പോരെ? ചെറിയ പ്രോബ്ലം നോക്കാം. ഓക്കെ, ഇല്ലുസ്ട്രേഷൻ നമ്പർ 5 വായിച്ചു നോക്കിട്ടോ. ഒരു മിനിറ്റ് ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്ക്. കാണുന്നുണ്ടോ? ഓക്കെ, on 1st January 2009, Mr. X took delivery from Mr. Y for 5 machines on hire purchase system. Okay, RS 4,000 being paid on delivery. അങ്ങനെ പറഞ്ഞാ 4,000 being paid on delivery എന്നൊക്കെ കണ്ടു കഴിഞ്ഞാൽ paid on delivery അല്ലെങ്കിൽ paid at initially അല്ലെങ്കിൽ paid at the beginning of the year അങ്ങനെയൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഉറപ്പിച്ചു അതെന്തായിരിക്കും? ഡൗൺ പേയ്മെന്റ് ആയിരിക്കും. ഓക്കെ, and the balance in 5 equal installments of 6,000 each. Okay, payable annually at 31st December. Okay, the vendor company charges 5% interest per annum on yearly balances. അങ്ങനെ പറഞ്ഞ on yearly balances എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? ഔട്ട്സ്റ്റാൻഡിങ് എമൗണ്ട്, ആ ഇയറിലുള്ള ഔട്ട്സ്റ്റാൻഡിങ് എമൗണ്ട് എന്ത് ചെയ്തു? ഇൻട്രസ്റ്റ് 5% കാൽക്കുലേറ്റ് ചെയ്യണം എന്നാ പറയുന്നത്. ഓക്കെ, ദ ക്യാഷ് പ്രൈസ് ഓഫ് 5 മെഷീൻസ് വാസ് 30,000. നമുക്ക് എന്ത് ചെയ്ത് കുറച്ചുകൂടി സുഖമായി ക്യാഷ് പ്രൈസ് തന്നിട്ടുണ്ട്. ഓക്കെ, ഷോ എൻട്രീസ് വിതൗട്ട് നരേഷൻ അസറ്റ്സ്.
Okay, and Mr. Y account for 5 years, assuming that he is the purchaser and charges depreciation on straight line method. Okay, Mr. Y ആണ് Y account. Okay, Mr. Y account എന്ത് ചെയ്യണം, ക്രിയേറ്റ് ചെയ്യണം. Mr. Y ആരാ, ഹയർ വെണ്ടർ ആണ്. Mr. X ആരാ, ഹയർ പർച്ചേസർ ആണ്. കാരണം ആരാ, Mr. X അല്ലേ Mr. Yന്റെ കയ്യിൽ നിന്ന് എന്ത് ചെയ്യാണ്, 5 മെഷീൻ വാങ്ങണം. 5 മെഷീൻ വാങ്ങുന്നത് എങ്ങനെ, 4000 രൂപ ഡൗൺ പേയ്മെന്റ് കൊടുക്കുന്നു. പിന്നെ ബാക്കിയുള്ളത് 5 ഈക്വൽ ഇൻസ്റ്റാൾമെന്റ്സ് ആയിട്ട് 6000 രൂപന്റെ 5 ഈക്വൽ ഇൻസ്റ്റാൾമെന്റ്സ് ആയിട്ട് കൊടുക്കുന്നു. അതും എന്ന് കൊടുക്കണം, 31st ഡിസംബറിൽ ആനുവലി എൻഡി കൊടുക്കണം. ഓക്കെ, ആൻഡ് ഹയർ വെണ്ടർ എത്രയാണ് നമ്മുടെ കയ്യിൽ നിന്ന് ചാർജ് ചെയ്യുന്ന ഇൻട്രസ്റ്റ്, മിസ്റ്റർ എക്സിന്റെ കയ്യിൽ നിന്ന് മിസ്റ്റർ വൈ എത്ര ചാർജ് ചെയ്യുന്നത്, 5% പെർ ആനം. ഓക്കെ, ഇതിലെ ക്യാഷ് പ്രൈസ് വന്നിട്ടുണ്ട് 30,000 rupees ആണ് ക്യാഷ് പ്രൈസ് തന്നിട്ടുണ്ട്. ആൻഡ് അതിനുശേഷം ഡിപ്രീസിയേഷൻ കാൽക്കുലേറ്റ് ചെയ്യാൻ പറയുന്നത് 20%. ഓക്കെ, ക്വസ്റ്റ്യൻ മനസ്സിലായില്ലേ? നമ്മൾ സോൾവ് ചെയ്യാൻ നിൽക്കുന്നില്ല, നേരെ സൊല്യൂഷനിലേക്ക് പോവാണ്. കുഴപ്പമില്ലല്ലോ. ഓക്കെ, നമ്മൾ എന്ത് ചെയ്യണേ, ഹയർ പർച്ചേസറിൽ നമ്മൾ ആദ്യം കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ഹയർ പർച്ചേസ് പ്രൈസ് എത്രയാണെന്നുള്ളത് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ഡൗൺ പേയ്മെന്റ് നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് 4,000 rupees. ഡൗൺ പേയ്മെന്റ് ഞാൻ ക്വസ്റ്റ്യനിൽ വായിച്ചിട്ടുണ്ടായിരുന്നു, ശ്രദ്ധിക്കണം കേട്ടോ. നമ്മൾ ക്വസ്റ്റ്യൻ ഓരോന്ന് വെച്ച് അങ്ങനെ ചെയ്യുന്നൊരു സ്കീം ഇത് ചെയ്യാൻ പറ്റില്ല. ഇത് ചെറിയ ഷോർട്ട് പീരീഡ് ആയതുകൊണ്ട് അങ്ങനെ ചെയ്യുന്നില്ല. നേരെ ക്വസ്റ്റ്യൻ ആൻസർ നോക്കും. നിങ്ങൾക്ക് ഒന്ന് കൺസെപ്റ്റ് ബ്രഷ് ചെയ്യുക എന്നുള്ളത് മാത്രമേ ഉദ്ദേശമുള്ളൂ. ഓക്കെ, അതുകൊണ്ട് നിങ്ങൾ അവിടുന്ന് ക്വസ്റ്റ്യൻ ആലോചിക്കണം കേട്ടോ, ഓർക്കണേ. ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും സ്ക്രീൻ മേലേക്ക് പോകുന്നില്ല. ഓക്കെ, ഡൗൺ പേയ്മെന്റ് എത്രയാണ്, 4,000 rupees ആണെന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലേ. ഇൻട്രസ്റ്റ് എമൗണ്ട് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുക, സോറി ഇൻസ്റ്റാൾമെന്റ് എമൗണ്ട് എത്രയായിരുന്നു, ഇൻട്രസ്റ്റ് അല്ലേ ഇൻസ്റ്റാൾമെന്റ് എമൗണ്ട് ആണ്. ഇൻസ്റ്റാൾമെന്റ് എമൗണ്ട് എത്ര പറഞ്ഞിട്ടുള്ളത്, 6,000 rupeesന്റെ 5 ആയിട്ട് അല്ലേ, 6,000ന്റെ 5 ഇൻസ്റ്റാൾമെന്റ്സ് ആയിട്ടാണ് കൊടുക്കുന്നത്. സോ 6,000 into 5 which is equal to 30,000 അല്ലെ. 6,000 into 5 30,000 എമൗണ്ട് ഉണ്ടാവും അല്ലെ. അപ്പൊ 30,000 ഇൻസ്റ്റാൾമെന്റും 4,000 എന്തുണ്ട്, ഡൗൺ പേയ്മെന്റും ഉണ്ട്. ഇതിന്ന് ക്യാഷ് പ്രൈസ് കുറച്ചു. ക്യാഷ് പ്രൈസ് എത്ര, 30,000. അപ്പൊ ഇൻട്രസ്റ്റ് എത്ര, 4,000 അല്ലേ ഡൗൺ പേയ്മെന്റ് അല്ലെ, ഇൻട്രസ്റ്റ് 4,000. സോ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഓപ്പണിംഗിലേക്ക് നോക്കുക. ഓപ്പണിംഗ് ക്യാഷ് പ്രൈസ്, ക്യാഷ് ബാലൻസ് എത്രയായിരുന്നു, 30,000 ആയിരുന്നു അല്ലെ. 4,000 rupees എന്ത് ചെയ്തു, ടുവാർഡ്സ് ഇൻട്രസ്റ്റ്. 4,000 rupees എങ്ങനെയാണ് ടുവാർഡ്സ് ഇൻട്രസ്റ്റ് കിട്ടിയത്, ഹയർ പർച്ചേസ് പ്രൈസ് എത്രയെന്ന് എന്ത് ചെയ്തു, ക്യാഷ് പ്രൈസ് കുറച്ച് കഴിഞ്ഞപ്പോൾ നമുക്ക് ഇൻട്രസ്റ്റ് എമൗണ്ട് കിട്ടി. ഹയർ പർച്ചേസ് എമൗണ്ട് എങ്ങനെ കിട്ടിയത്, ഹയർ പർച്ചേസ് എമൗണ്ട് ഞാൻ പറഞ്ഞു ഡൗൺ പേയ്മെന്റ് പ്ലസ് ഇൻസ്റ്റാൾമെന്റ് കൂട്ടിയതാണ് എന്ത്, ഹയർ പർച്ചേസ് പ്രൈസ്. അത് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തു. 4,000 പ്ലസ് 30,000 ദാറ്റ് ഈസ് 34,000. അതിന് നമ്മൾ എന്ത് ചെയ്തു, ക്യാഷ് പ്രൈസ് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് 30,000. കുറച്ചുമ്പോൾ ബാലൻസ് എത്ര കിട്ടി, 4,000 rupees കിട്ടി. എന്ത് ചെയ്യുക, നേരത്തെ പോലെ ചാർട്ട് ഉണ്ടാക്കുക. ചാർട്ട് ഉണ്ടാക്കുമ്പോൾ ഓപ്പണിംഗിൽ എത്രയാണ് ഔട്ട്സ്റ്റാൻഡിങ് ബാലൻസ് ഉണ്ടായിരുന്നത്, 30,000. അതിലേക്ക് ഇൻട്രസ്റ്റ് പോർഷൻ എത്ര, 4,000 rupees. സോ ക്ലോസിംഗ് ബാലൻസ് എത്ര ഉണ്ടാവും, പിന്നെ ക്ലോസിംഗ് ബാലൻസ് എത്ര ഉണ്ടാവും, 30,000 മൈനസ് 4,000 ചെയ്യുമ്പോൾ 26,000 അല്ലെ. 26,000ലേക്ക് പിന്നെ എന്ത് ചെയ്യുക, ഇൻട്രസ്റ്റ് നിങ്ങൾ എന്ത് ചെയ്യുക, എത്ര പെർസെൻറ്റേജ് എത്രയോ അവിടെ പറഞ്ഞിട്ടില്ലേ. പിന്നീട് അങ്ങോട്ടുള്ള ഇയറിലൊക്കെ ഇൻട്രസ്റ്റ് എത്ര പെർസെൻറ്റേജ്, 5% അല്ലേ. 5% വെച്ച് എന്ത് ചെയ്യുക, കാൽക്കുലേറ്റ് ചെയ്ത് പോകുമ്പോൾ ഇൻട്രസ്റ്റ് എമൗണ്ട് കിട്ടും. ഓക്കെ, ഇൻസ്റ്റാൾമെന്റ് എമൗണ്ടും 6,000 തന്നിട്ടുണ്ട്. ഇൻസ്റ്റാൾമെന്റ് എന്ത് ചെയ്യുക, ഈ ഇൻട്രസ്റ്റ് കുറച്ചാൽ പ്രിൻസിപ്പളിൽ എത്ര ബാലൻസ് പോകുന്നു മനസ്സിലാവും. 6,000 മൈനസ് 1,300. ഈ 1,300 എങ്ങനെ കിട്ടിയ മനസ്സിലായോ, 1,300 എങ്ങനെ കിട്ടിയ, 5% എന്തോ അല്ലേ, 26,000 അല്ലെ. 26,000% ഇൻറ്റു 5,000 അല്ലെ, സോറി 5%. ഔട്ട്സ്റ്റാൻഡിങ് ബാലൻസ് എത്രയാണോ അതിന് ഇൻറ്റു 5% ആണ് ഇൻട്രസ്റ്റ് എമൗണ്ട് പെർ ആനം എന്ന് നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ 5% ഇൻറ്റു ചെയ്തപ്പോൾ എന്ത് ചെയ്തു, 1,300 ഇൻട്രസ്റ്റ് എമൗണ്ട് കിട്ടി. അപ്പൊ ഇൻസ്റ്റാൾമെന്റ് എന്ത് ചെയ്യുക, ഇൻട്രസ്റ്റ് കുറച്ച് കഴിഞ്ഞാൽ ബാലൻസ് പ്രിൻസിപ്പളിലേക്ക് എത്ര കൊടുത്തു എന്നുള്ളത് മനസ്സിലാവും. അപ്പൊ എന്ത് ചെയ്യുക, ടോട്ടൽ ഓപ്പണിംഗ് ഉണ്ടായിരുന്ന 26,000 നിന്നും ഈ പ്രിൻസിപ്പൾ എമൗണ്ട് ആയ 4,700 കുറച്ചാൽ അടുത്ത ഇയർ ലെൻഡിൽ എത്രയാണ് പ്രിൻസിപ്പൾ ബാലൻസ് ഉള്ളതെന്ന് മനസ്സിലാവും, 21,300. ഇനി 21,300 പിന്നെയും കാൽക്കുലേറ്റ് ചെയ്യും, എത്ര 21,300 ഇൻറ്റു 5% ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോഴും നോക്കുക ഔട്ട്സ്റ്റാൻഡിങ് അറ്റ് ദ അവസാനം എത്രയാണോ ഔട്ട്സ്റ്റാൻഡിങ് ഉള്ളത് ആ ഔട്ട്സ്റ്റാൻഡിങ് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഇൻട്രസ്റ്റ് റേറ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്നുണ്ട്. ഇൻറ്റു 5 അടിച്ചു കഴിഞ്ഞാൽ എത്രയാണോ ഇൻട്രസ്റ്റ് ഇൻ 5%. ഓക്കെ, 5% അടിച്ചു കഴിഞ്ഞാൽ 1,065 ഇൻട്രസ്റ്റ് എമൗണ്ട് കിട്ടി. ഈ 1,065 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തിലാണ് ഉൾപ്പെട്ടിട്ടുണ്ടാവുക, ഓരോ ഇയറിലും കൊടുക്കേണ്ട ഇൻസ്റ്റാൾമെന്റ് എത്രയാണ് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട്, 6,000. അപ്പൊ നിങ്ങൾ ആൻസർ ഈ അനാലിസിസ് ഉണ്ടാക്കുന്ന സമയത്ത് നിങ്ങൾ എന്ത് ചെയ്യണം, ടേബിൾ വരച്ചുക,
എന്നിട്ട് എന്ത് ചെയ്യുക, ഇൻസ്റ്റാൾമെന്റ് ഈക്വലി എന്ന് തന്നിട്ടുണ്ടെങ്കിൽ ആദ്യം തന്നെ ഇൻസ്റ്റാൾമെന്റ് ഈക്വലി എഴുതി വെച്ചോ, 6,000 സുഖമായി. എന്ത് ചെയ്യുക, ഈ 6,000 ഇൻട്രസ്റ്റ് പോർഷൻ എത്രയും പ്രിൻസിപ്പൽ പോർഷൻ എത്രയെന്ന് മാത്രം ബൈഫർക്കേറ്റ് ചെയ്താൽ മതി. ഇൻട്രസ്റ്റ് പോർഷൻ കാൽക്കുലേറ്റ് ചെയ്യാൻ അതിനേക്കാൾ സുഖം. കാരണം ഇൻട്രസ്റ്റ് നമ്മളോട് പറഞ്ഞിട്ടുണ്ട് ഔട്ട്സ്റ്റാൻഡിങ്ങിന്റെ 5% ആണ്. അപ്പൊ എന്ത് ചെയ്യുക, ഓരോ ഔട്ട്സ്റ്റാൻഡിങ് ഇൻറ്റു 5% കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എത്ര ഇൻട്രസ്റ്റ് എമൗണ്ട് കിട്ടും. ആ ഇൻട്രസ്റ്റ് എമൗണ്ട് നമ്മൾ എന്ത് ചെയ്യുക, ഈ ഇൻസ്റ്റാൾമെന്റ് ഒഴിവാക്കി കഴിഞ്ഞാൽ ബാലൻസ് എത്ര പ്രിൻസിപ്പൽ എമൗണ്ട് കിട്ടും. ഈ പ്രിൻസിപ്പൾ എന്ത് ചെയ്യുക, എത്രയായിരുന്നു കഴിഞ്ഞ വർഷം ബാലൻസ് ഉണ്ടായിരുന്നു, അതിന് ഇങ്ങനെ കുറച്ച് കൊണ്ടുവരുമ്പോൾ എന്തായി, ഹയർ പർച്ചേസ് എമൗണ്ട് എന്തായി, 0 ആയി. ആൻഡ് ചില സമയത്തല്ല മോസ്റ്റ് ഓഫ് ദ ടൈംസ് നിങ്ങൾക്ക് എന്ത് ചെയ്യും, അവസാനത്തെ ടൈമിൽ ഒരു പക്ഷെ എന്ത് ചെയ്യില്ല, കറക്റ്റ് കിട്ടിക്കോണമെന്നില്ല. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്താൽ മതി, ബാലൻസിങ് ഫിഗർ എത്രയാണോ ഇനി ബാക്കി കൊടുക്കാനുള്ളത്, 5 ഈക്വൽ ഇൻസ്റ്റാൾമെന്റ്സ് എന്ന് പറഞ്ഞിട്ടില്ലേ, ഇതിൽ 5 ഇൻസ്റ്റാൾമെന്റ്സ് അല്ലേ, 1 2 3 4 5, 5 ഇൻസ്റ്റാൾമെന്റ്സ് അല്ലേ, അല്ല 1 2 3 5 ഇൻസ്റ്റാൾമെന്റ്സ്. 5 ഇൻസ്റ്റാൾമെന്റ്സ് ആവുന്ന സമയത്ത് ഹയർ പർച്ചേസ് എൻഡ് ആവാനായി, ചിലപ്പോൾ ഇവിടെ എന്ത് ചെയ്യും, ഇൻട്രസ്റ്റ് ഒരു പക്ഷേ നിങ്ങൾക്ക് കറക്റ്റ് എമൗണ്ട് കിട്ടിയില്ല എന്നില്ല. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്താൽ മതി, ആ ബാലൻസ് ഫിഗർ എപ്പോഴും ഇയർ എൻഡിൽ അല്ലെങ്കിൽ ഹയർ പർച്ചേസ് എൻഡ് ചെയ്യുന്ന ഇയറിൽ ഏതാണോ ആ ഇയറിൽ എന്ത് ചെയ്യുക, ആ ബാലൻസിങ് ഫിഗർ കൊടുത്താൽ മതി. ചിലപ്പോൾ നിങ്ങൾക്ക് ഈ എമൗണ്ട് കറക്റ്റ് അക്യുറേറ്റ് വരണമെന്നില്ല, ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും വ്യത്യാസം വരും. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക, ഇത് നില്ലാക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുക, ഇവിടെ ബാലൻസിങ് ഫിഗർ എത്രയാണോ അതങ്ങ് ആഡ് ചെയ്യാം. ഓക്കെ, ഇതിനെന്ത് ചെയ്യുക, ജേർണലൈസ് ചെയ്യുക. ജേർണലൈസ് ചെയ്യാൻ എന്താ, സിമ്പിൾ അല്ലേ, അസറ്റിനെ ബുക്ക് ചെയ്യുക, ആരുടെ പേരിലേക്കാണോ, വെണ്ടറുടെ പേരിലേക്ക് അല്ലെ. ആരുടെ ബുക്കിലാണ് എഴുതുന്നത്, ഹയർ പർച്ചേസർ ബുക്കിൽ, അതായത് മിസ്റ്റർ എക്സിന്റെ ബുക്കിൽ എന്ത് ചെയ്യുക, മിസ്റ്റർ വൈന്റെ ജേർണൽ എൻട്രീസ് പാസ് ചെയ്യണം. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം, അസറ്റ് നമ്മൾ ബുക്ക് ചെയ്യണം, ആരുടെ പേരിൽ, മിസ്റ്റർ വൈന്. കാരണം ക്രെഡിറ്റിലല്ലേ, ഹയർ പർച്ചേസിലല്ലേ, വെണ്ടർ ആരാണ്, മിസ്റ്റർ വൈ ആണ്. 30,000. ഇതെന്തായിരിക്കും, 4,000 ഡൗൺ പേയ്മെന്റ് കൊടുത്ത്. ഡൗൺ പേയ്മെന്റ് കൊടുക്കുന്ന ഇവിടുന്ന് ബാങ്കിൽ നിന്ന് ആർക്കാ കൊടുത്ത്, മിസ്റ്റർ വൈ. സിമ്പിൾ. ഇയർ എൻഡ് ആയപ്പോൾ എന്തായി, ഇൻട്രസ്റ്റ് അക്രൂ ആയി. ഇൻട്രസ്റ്റ് അക്രൂ ആണ് എൻട്രി ചെയ്ത ഇൻട്രസ്റ്റ് അക്കൗണ്ട്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഓൺ ഹയർ പർച്ചേസ് അക്കൗണ്ട്, എന്ത് പേര് നിങ്ങൾക്ക് വിളിക്കുക, ഇൻട്രസ്റ്റ് ഓൺ ഹയർ പർച്ചേസ് അക്കൗണ്ട് ടു മിസ്റ്റർ വൈ. ഇൻട്രസ്റ്റ് അക്രൂ ആയില്ലേ. ഇൻട്രസ്റ്റ് മാത്രമാണോ അക്രൂ ആയിട്ടുണ്ടാവുക, അല്ല, നമ്മൾ ആ ഇയർ എൻഡ് ആയിട്ടുണ്ടാവും ഇൻസ്റ്റാൾമെന്റ് കൊടുത്തിട്ടുണ്ടാവും. ഇൻസ്റ്റാൾമെന്റ് എത്ര, 6,000 റുപ്പീസ് ആണ്. ഇൻസ്റ്റാൾമെന്റ് എങ്ങനെ കൊടുക്കുക, ബാങ്കിൽ നിന്ന് കൊടുക്കുക. ആർക്കാ കൊടുക്കുന്നത്, മിസ്റ്റർ വൈക്ക്. അപ്പൊ എന്ത് ചെയ്യണം, ബാങ്കിന് ക്രെഡിറ്റ് ചെയ്യണം, മിസ്റ്റർ വൈനെ ഡെബിറ്റ് ചെയ്യണം. ഓക്കെ, മിസ്റ്റർ വൈ അക്കൗണ്ട് ഡെബിറ്റ് ടു ബാങ്ക് അക്കൗണ്ട്. ആൻഡ് ഇയർ എൻഡിൽ പിന്നെ എന്തുണ്ടാവും, ഡിപ്രീസിയേഷൻ ചാർജ് ചെയ്യേണ്ടത്. ഞാൻ പറഞ്ഞു, അസറ്റ് നമ്മൾ വാങ്ങിക്കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം, ഡിപ്രീസിയേഷൻ ചാർജ് ചെയ്യണം. ഡിപ്രീസിയേഷൻ അക്കൗണ്ട് ടു അസറ്റ് അക്കൗണ്ട്. ഇതിനെല്ലാത്തിനും ഇൻട്രസ്റ്റിനും ഡിപ്രീസിയേഷനും നമ്മൾ എന്ത് ചെയ്യണം, പി ആൻഡിലേക്ക് റൈറ്റ് ഓഫ് ചെയ്യണം. ഇങ്ങനെ എന്ത് ചെയ്യാം, ഓരോ ഇയർ എൻഡിലും ചെയ്യാം. ഓക്കെ, ഫൈൻ. ഇതിനെ ജേർണലാക്കുന്നതൊക്കെ സിമ്പിൾ അല്ലേ. ഇതിന് ജേർണലാക്കുന്ന എടുത്ത് പറയേണ്ട ആവശ്യമില്ലല്ലോ. മെഷീനറി അക്കൗണ്ട് ഉണ്ടാക്കുക, മെഷീനറി അക്കൗണ്ടിൽ ബാലൻസ് എത്ര ഉണ്ടോ ഡിപ്രീസിയേറ്റ് ചെയ്യുക. ബി അക്കൗണ്ട് എന്ന് പറഞ്ഞാൽ അത് വേറെ ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, ഇപ്പൊ ഈ ക്വസ്റ്റ്യനിലാണെങ്കിൽ വൈ അക്കൗണ്ട് ഉണ്ടാക്കുക പറഞ്ഞാൽ എന്ത് ചെയ്യുക, ഈ ജേർണലിൽ എന്ത് ചെയ്യുക, ലെഡ്ജർ ആക്കി മാറ്റും. ഓക്കെടാ. അപ്പൊ ഞാൻ പറഞ്ഞു, ഇതിൽ ആദ്യം പഠിക്കാനുള്ള ഈ ഒരു കേസ് ആണ് കേട്ടോ. ഇത് നമ്മൾ നേരത്തെ പഠിച്ച പോലെ റിവേഴ്സ് കാൽക്കുലേറ്റ് ചെയ്യുന്ന ക്വസ്റ്റ്യൻ ആണ്. നമ്മൾ ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യുന്നില്ല, നമ്മൾ സെഷൻ ഏകദേശം എൻഡ് ചെയ്യാനായി. ഇത് ഈ സൊല്യൂഷനിൽ നമ്മൾ നേരത്തെ ചെയ്ത പോലെ റിവേഴ്സ് കാൽക്കുലേറ്റ് ചെയ്യാം. കണ്ട, ഇൻട്രസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്ത് നോക്ക്, 10/110 റിവേഴ്സ് കാൽക്കുലേറ്റ് ചെയ്തിട്ട് എന്ത് ചെയ്യണം, ഈ അനാലിസിസ് ടേബിൾ ഉണ്ടാക്കണം. ഓക്കെ, ഒന്നെങ്കിൽ നിങ്ങൾക്ക് റിവേഴ്സ് കാൽക്കുലേറ്റ് ചെയ്ത് ഉണ്ടാക്കണം, അല്ലെങ്കിൽ നേരത്തെ നമ്മൾ ചെയ്ത പോലെയൊക്കെ നേരെ കാൽക്കുലേറ്റ് ചെയ്യണം. അല്ലെങ്കിൽ ഒരു കേസും കൂടി ഉണ്ട്, ഞാൻ പറഞ്ഞിട്ടില്ല, ഒരു കേസും കൂടി ഉണ്ട്, നിങ്ങളോട് പറയുന്നു, നിങ്ങൾ നോക്കിക്കോ. ഒരു കേസും കൂടി ഉണ്ടാവും. ഓക്കെ, പ്രസന്റ് വാല്യൂ കാൽക്കുലേഷൻ വെച്ച് ചെയ്യാനുള്ളത്. എന്നിട്ട് എന്ത് ചെയ്യുക, അതിനെ ജേർണലൈസ് ചെയ്യാം. ഓക്കെ, ഫൈൻ. ഹയർ പർച്ചേസ് ഒന്നും പൊടി തട്ടില്ല. ഇതിൽ അടിപൊളിയായിട്ട് നിങ്ങൾ പൊടി തട്ടിയിട്ടുണ്ടെന്നൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷെ നിങ്ങൾക്ക് അവിടെയും ഇവിടെയൊക്കെ ഒരു ചെറിയൊരു ഐഡിയ, ചെറിയൊരു സെഷൻ അത്രേ നമ്മൾ ഉദ്ദേശിച്ചിട്ടുള്ളൂ. ഓക്കെ അല്ലേ, അത്രേ നമ്മൾ ഉദ്ദേശിച്ചിട്ടുള്ളൂ. ഓക്കെ, ACS purchase machine from JPS on her. His cash price was 8,64,000. 2 lakh being paid on delivery and balance 3 equal installments. The amount would be interesting. The amount of interest included in the first installment would be. Simple അല്ലടാ. ക്യാഷ് പ്രൈസ് എത്രയാണ്, 8,64,000. ഓക്കെ, അതിന് എത്രയാണ് ക്യാഷ് പ്രൈസ് ഡൗൺ പേയ്മെന്റ് അവിടെ കൊടുത്തിട്ടുണ്ട്, ബീങ് പെയ്ഡ് ഓൺ 2,60,000. അത് കുറക്കുക. ഓക്കെ, അപ്പൊ ഔട്ട്സ്റ്റാൻഡിങ് അറ്റ് ദ ബിഗിനിങ് കിട്ടി അല്ലേ. ഔട്ട്സ്റ്റാൻഡിങ് അറ്റ് ദ ബിഗിനിങ് കിട്ടിക്കഴിഞ്ഞാൽ നമ്മളോട് എന്താ പറഞ്ഞിട്ടുള്ളത്, 3 ഈക്വൽ ഇൻസ്റ്റാൾമെന്റ്സ് ആയിട്ട് എന്തുണ്ട്, 2,88,000 റുപ്പീസ് കൊടുക്കുന്നുണ്ട് ഇൻസ്റ്റാൾമെന്റ്. അപ്പോൾ ഔട്ട്സ്റ്റാൻഡിങ് അറ്റ് ദ ബിഗിനിങ്ങിലേക്ക് നമ്മൾ എന്ത് ചെയ്യണം, ഇൻട്രസ്റ്റ് റേറ്റ് തന്നിട്ടുണ്ട്. ഈ ക്വസ്റ്റ്യനിൽ ഇൻട്രസ്റ്റ് റേറ്റ് തന്നിട്ടുണ്ടാവില്ല. ഔട്ട്സ്റ്റാൻഡിങ് അറ്റ് ദ ബിഗിനിങ്ങിൽ നമ്മൾ എന്ത് ചെയ്യുക, ഇൻട്രസ്റ്റ് റേറ്റ് ഇൻറ്റു ചെയ്യുക. അപ്പൊ ഇൻട്രസ്റ്റ് റേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും,
എത്രയാണ് ഇൻട്രസ്റ്റ് എമൗണ്ട് എന്ന് കിട്ടും. ആ ഇൻട്രസ്റ്റ് എമൗണ്ടിന് എന്ത് ചെയ്യുക, ഈ ഇൻസ്റ്റാൾമെന്റിന് എന്ത് ചെയ്യുക, ഇൻട്രസ്റ്റ് പോർഷൻ മാറ്റി കഴിഞ്ഞാൽ പ്രിൻസിപ്പൽ പോർഷനും കിട്ടും. ഓക്കെ, 2,60,000 അതാള് പറയും. നോക്കടാ, ആ ക്വസ്റ്റ്യൻ ഇങ്ങനെ പറഞ്ഞാലും മനസ്സിലാവില്ല. നിങ്ങൾ ക്വസ്റ്റ്യൻ ഉണ്ടെങ്കിൽ അതിൽ ഡിസ്കസ് ചെയ്യാം. പക്ഷെ നമ്മൾ അതിനെ പറ്റിയൊരു സെഷൻ അല്ല ആക്ച്വലി. ജസ്റ്റ് ഒന്ന് ക്യുക്ക് പരിപാടി. നിങ്ങൾക്ക് ഈ സെഷൻ കൊണ്ട് ഉദ്ദേശിച്ച 3 കാര്യങ്ങളുള്ളൂ. ഒന്ന്, ഹയർ പർച്ചേസിലുള്ള ടേംസ് ഒക്കെ ഒന്ന് മനസ്സിലാക്കുക. ഓക്കെ അല്ലേ? അതിൽ നിങ്ങൾ ഓക്കെ അല്ലേ? ഡൗൺ പേയ്മെന്റ് എന്താ, ഹയർ പർച്ചേസ് എന്താ, അതൊക്കെ ഓക്കെ അല്ലേ? ഫുൾ ക്വസ്റ്റ്യനും നമ്മൾ സോൾവ് ചെയ്യുന്നില്ലടാ, അത് ഓക്കെ അല്ലേ? ആൻഡ് രണ്ടാമത്, ഹയർ പർച്ചേസ് ക്വസ്റ്റ്യൻ കിട്ടിക്കഴിഞ്ഞാൽ ഏത് വഴി സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് എങ്ങനെ ചെയ്യണം എന്നുള്ളത്, ആദ്യം എന്തുണ്ടാക്കണം, പിന്നെ എന്തുണ്ടാക്കണം, പിന്നെ എന്തുണ്ടാക്കണം. ഓക്കെ അല്ലേ? ആൻഡ് തേർഡ്, ഹയർ പർച്ചേസിലെ ജേർണൽ എൻട്രി എങ്ങനെ. ഈ 3 നമ്മൾ ഉദ്ദേശിച്ചത്. ഓക്കെ, ഈ 3 മനസ്സിലായി വിചാരിക്കുന്നു. നമ്മൾ സെഷൻ എൻഡ് ചെയ്യാണ്. ഓക്കെ അല്ലേടാ? എൻഡ് ചെയ്യട്ടെ? നമ്മൾ ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യുന്ന ഒരു ഇതിലുള്ള അക്കൗണ്ടല്ലോ അല്ലേടാ. നമ്മൾ അങ്ങനെ സോൾവ് ചെയ്തിരുന്നു കഴിഞ്ഞാൽ നമുക്ക് ഇത് വലിയ സെഷൻ ആയി പോയില്ലടാ. നമ്മളത് മനസ്സിലാക്കി. അതുകൊണ്ടാണ്. ഓക്കെ, നമുക്ക് ക്വസ്റ്റ്യൻ സോൾവ് ചെയ്ത് ഇതാക്കി ചെയ്യാമായിരുന്നു. പക്ഷെ അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മളെ ഷാദിൽ സാറിന് തല്ലും. കാരണം ഇത് നമ്മൾ ഫ്രീ ആയിട്ട് ചെറിയ ക്വിക്ക് സെഷൻ വെച്ചാലടാ. അപ്പോൾ ഒറ്റ ക്വസ്റ്റ്യൻ ഒന്ന് സാറിനോട് ഒരു ക്വസ്റ്റ്യൻ ജസ്റ്റ് ഒന്ന് ഇതാക്കിയാൽ മതി എന്നാണ് പറഞ്ഞിട്ടുള്ളൂ. അപ്പോൾ നിങ്ങൾക്കൊന്ന് കൺസെപ്റ്റ് ഒന്ന് റെഡിയാക്കാൻ മാത്രമേ നമ്മൾ ഉദ്ദേശിച്ചിട്ടുള്ളൂ. അതുകൊണ്ടാണ്. ഓക്കെ, ഒന്നും വിചാരിക്കരുത്. 16-17 16-17 എല്ലാ ക്വസ്റ്റ്യനും ഒരു ഇതൊക്കെ നല്ല രീതിയിൽ ചെയ്യും. റിവിഷൻ ആയിരിക്കും. റിവിഷൻ ഇതുപോലെ ആയിരിക്കില്ല, കുറച്ചും കൂടി ഫാസ്റ്റ് ആയിരിക്കും. കാരണം നമുക്ക് ഇപ്പൊ നമ്മൾ കുറച്ച് സ്ലോ ആക്കിയൊക്കെ പറഞ്ഞിട്ടുള്ളത് എനിക്കറിയാം. പക്ഷെ ഒന്നും കൂടി സ്പീഡപ്പ് ആയിരിക്കും. കാരണം 2 ദിവസം കൊണ്ട് നമ്മളെല്ലാം റിവൈസ് ചെയ്യണ്ടേ. കുറച്ച് സ്പീഡായിരിക്കും. ബട്ട് നമ്മൾ കുറെ ക്വസ്റ്റ്യൻ ഒക്കെ ചെയ്യും. ഇതുപോലെ 2 ക്വസ്റ്റ്യൻ നിർത്തില്ല, അത്യാവശ്യം നല്ല ക്വസ്റ്റ്യൻ ചെയ്യും. എക്സ്പ്ലെയിൻ ചെയ്യും കുറച്ചൊക്കെ. അതായത് ഇതുപോലെ തന്നെ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യും, ജസ്റ്റ് കൺസെപ്റ്റ് എന്താണെന്നുള്ളത് പറയും. ശേഷം നമ്മൾ എന്ത് ചെയ്യും, ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ഓരോ വ്യത്യസ്തമായ ഒരു ചാപ്റ്ററിൽ ഒരു 5 വെറൈറ്റീസ് ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ 5 വെറൈറ്റീസ് ഓഫ് ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്യും. ഓക്കെ, അതായത് ഒരു ക്വസ്റ്റ്യൻ തന്നെ 4-5 ചെയ്യാതെ ആ ചാപ്റ്ററിൽ വരാൻ പോകുന്ന ഒരു 5 ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ്, ഒരു 4 ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ്. സ്റ്റോക്ക് ആൻഡ് അപ്റ്റേഴ്സ് മെത്തേഡ് ഒന്നും പറഞ്ഞില്ലല്ലോ. ഇല്ല, പറഞ്ഞിട്ടില്ല, എനിക്ക് അറിയടാ. നമ്മൾ ടൈം പരിഗണിക്കും. ക്യുക്ക് പരിപാടിയല്ലടാ. ഫൈനൽ അക്കൗണ്ട് മെത്തേഡ്സും പറഞ്ഞില്ല, ഇതും പറഞ്ഞില്ലല്ലോ. 2 പറഞ്ഞിട്ടില്ല, എനിക്കറിയാം. പക്ഷെ നമ്മൾ എൻഡ് ചെയ്യേണ്ട ടൈമായി. ഓക്കെ, ഫൈൻ. നിങ്ങൾ ഇതിൽ വരുന്നുണ്ടെങ്കിൽ, റിവിഷനിൽ ഉണ്ടെങ്കിൽ നമുക്ക് അന്ന് കാണാം. അന്ന് നമുക്ക് ഇതൊക്കെ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, ഫൈൻ. താങ്ക് യു. നിർത്താട്ടെ, എൻഡ് ചെയ്യാണ്. റിവിഷൻ 16-17 ആണെന്ന് എനിക്ക് തോന്നുന്നു. ഓക്കേടാ, ബൈ. താങ്ക് യു.